Hi all, welcome to Steadicom MLT Academy. Kerala PSC Lab Technician എക്സാമിന്റെ 75 ഡേയ്സ് ചലഞ്ചിലെ ഡേ 15 വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെമറ്റോളജി ഏരിയയിലെ അനീമിയ എന്ന് പറയുന്ന ടോപ്പിക് ആണ്. അനീമിയയിൽ നമ്മൾ കേരള PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻ ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, microcytic hypochromic blood picture is seen in option A aplastic anemia, option B sickle cell anemia, option C iron deficiency anemia, option D megaloblastic anemia. താഴെ കൊടുത്തിരിക്കുന്ന ടൈപ്പ് ഓഫ് അനീമിയയിലെ ഏത് അനീമിയയിലാണ് നമ്മൾ മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് ബ്ലഡ് പിക്ചർ കാണുന്നത്? ഏത് അനീമിയയിലാണ്? യെസ്, അയൺ ഡെഫിഷ്യൻസി അനീമിയയിലാണ്. അപ്പം നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അനീമിയ ഉണ്ട് അല്ലെ. അനീമിയ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ബ്ലഡ് കുറയുന്ന അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയാറുള്ളത്? അനീമിയ എന്ന് നമ്മൾ ബേസിക് ആയിട്ട് പറയാറുള്ളത്. പക്ഷെ പല ടൈപ്പ് ഓഫ് അനീമിയാസ് നമുക്ക് വരുന്നുണ്ട്. അതിന്റെ സൈസിന്റെ ബേസിൽ, മെയിൻലി അതിന്റെ സൈസിന്റെ ബേസിൽ നമുക്ക് അതിനെ മൈക്രോസൈറ്റിക്, അതുപോലെ നോർമോസൈറ്റിക് അനീമിയ, മാക്രോസൈറ്റിക് അനീമിയ ആണല്ലോ. നമ്മൾ ഇവിടെ നോക്കുന്നത് സൈസ് എന്ന് പറയുമ്പോൾ എന്തിന്റെ സൈസ് ആണ്? നമ്മളുടെ ബ്ലഡിലുള്ള RBCന്റെ സൈസ് അല്ലെ. സോ RBCന്റെ കൗണ്ട് കുറയുന്നതിനെയാണ് നമ്മൾ സാധാരണ അനീമിയ എന്ന് പറയാറുള്ളത്. അപ്പം ഈ ഒരു RBCന്റെ സൈസ് എങ്ങനെയാണ് ഉണ്ടാവുക? പല ടൈപ്പ് ഓഫ് അനീമിയയിൽ പല സൈസ് ആയിരിക്കും. കാരണം ചില RBC ചെറുതായിട്ട് മാറും ചില ടൈപ്പ് ഓഫ് അനീമിയയിൽ. ചില ടൈപ്പ് ഓഫ് അനീമിയയിൽ RBCന്റെ സൈസിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. എന്നാൽ ചില ടൈപ്പ് ഓഫ് അനീമിയയിൽ RBC വലിയ RBCs ആയിരിക്കും ഉണ്ടാകുന്നത്. സോ അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനും അതായിരുന്നു അല്ലെ. സോ ഫസ്റ്റ് വൺ, മൈക്രോസൈറ്റിക് അനീമിയ. മൈക്രോസൈറ്റിക് അനീമിയ എന്ന് പറഞ്ഞാൽ ചെറിയ സെൽസ്, നോർമൽ ആയിട്ട് അതിപ്പോ 7 മൈക്രോ മീറ്റർ ഒക്കെയാണ് നമ്മൾ RBCന്റെ സൈസ് എങ്കിൽ അതിനേക്കാളും സൈസ് കുറയുന്നതിനെയാണ് നമ്മൾ മൈക്രോസൈറ്റിക് അനീമിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ മൈക്രോസൈറ്റിക് അനീമിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ MCV വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻ സെൽ വോളിയം അല്ലെ. മീൻ സെൽ വോളിയം അല്ലെങ്കിൽ മീൻ കോർപ്പസ്കുലാർ വോളിയം, ഈ ഒരു MCV വാല്യൂ എന്ന് പറയുന്നത് നോർമലി നമ്മൾ 80 to 100 ഫെമറ്റോലീറ്റർ ആണ് പറയുന്നതെങ്കിൽ അതിന്റെ വോളിയം കുറവായിരിക്കും. MCV എന്തായിരിക്കും? 80 ഫെമറ്റോലീറ്ററിനേക്കാളും കുറവായിരിക്കും. നമുക്കറിയാം RBC നോർമലിനേക്കാളും ചെറിയ RBC ആയിരിക്കും എന്തിൽ വരുന്നത്? ഈ മൈക്രോസൈറ്റിക് അനീമിയയിൽ വരുന്നത്. അപ്പം MCVന്റെ വോളിയം എന്താ, MCV എന്താവും? കുറയുന്നുണ്ട്, വോളിയം കുറഞ്ഞു അല്ലെ. സോ MCV വാല്യൂവും കുറയും. സോ അവിടെ എന്താണ് അവിടെ മെക്കാനിസം എന്ന് പറയുന്നത്? അവിടെ ഹീമോഗ്ലോബിൻ സിന്തസിസിനെയാണ് എഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇമ്പയർഡ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ സിന്തസിസ് ആയിരിക്കും വരുന്നത്. കാരണം ഇപ്പോൾ അയൺ ഡെഫിഷ്യൻസി അനീമിയ ആയിക്കോട്ടെ, താലസീമിയയിൽ ആയിക്കോട്ടെ, സിഡ്രോബ്ലാസ്റ്റിക് അനീമിയയിൽ ആയിക്കോട്ടെ, അതുപോലെ അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ് ഇതിന്റെ കേസിൽ ലേറ്റ് സ്റ്റേജിലൊക്കെ നമുക്ക് ഈ മൈക്രോസൈറ്റിക് ആയിട്ടുള്ള RBC ആയിരിക്കും കാണുന്നത്. അപ്പൊ നിങ്ങളെടുത്ത് ചോദിക്കുകയാണ്, അപ്പോ നമ്മൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ മൈക്രോസൈറ്റിക് ആയിട്ടുള്ള RBC ആണ്. അതുപോലെ താലസീമിയന്റെ കേസിലും മൈക്രോസൈറ്റിക് RBCs കാണും. സിഡ്രോബ്ലാസ്റ്റിക് അനീമിയന്റെ കേസിലും മൈക്രോസൈറ്റിക് ആയിട്ടുള്ള RBC കാണും. അപ്പോൾ ലേറ്റ് സ്റ്റേജ് ഓഫ് അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ്, അപ്പൊ ക്രോണിക് ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ചിലപ്പോൾ നമുക്ക് അനീമിയാസ് വരാം. അങ്ങനെ വരുന്ന കേസിലും മൈക്രോസൈറ്റിക് ആയിട്ടുള്ള RBCs നമുക്ക് കാണും. അപ്പൊ ഇങ്ങനെ കാണുന്ന കേസിൽ ഇപ്പൊ മൈക്രോസൈറ്റിക് ആയിട്ടുള്ള അനീമിയ ആണെങ്കിൽ നമുക്ക് അതിന്റെ ലാബ് ഫൈൻഡിങ്ങിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു നോക്കാം. സോ മൈക്രോസൈറ്റിക് ആയിട്ടുള്ള RBCs ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു MCV വാല്യൂ കുറയും. അതുപോലെ ഹീമോഗ്ലോബിൻ സിന്തസിസിനെയാണ് എഫക്ട് ചെയ്തിട്ടാണ് ഈ മൈക്രോസൈറ്റിക് സെൽസ് ഉണ്ടാവുന്നത്. സോ HBന്റെ വാല്യൂ കുറയും. ഓഫൺ ചിലപ്പോൾ RDW എന്താവാൻ ചെയ്യാം? കൂടാം. അതുപോലെ അയൺ സ്റ്റഡീസ് ഒക്കെ എന്ത് ചെയ്യാം? വാരി ചെയ്യാം. കാരണം അയൺ ഡെഫിഷ്യൻസി അനീമിയ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ, അതായത് അയണിന്റെ ബ്ലഡ് പിക്ചർ ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട്, അതാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. എന്തായാലും ഇവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് MCV വാല്യൂ കുറയും എന്നുള്ളതാണ്.
സോ ചില കേസിൽ ഇപ്പൊ നമ്മളുടെ കുറിച്ചിന് മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ എന്നായിരുന്നു. ഹൈപ്പോക്രോമിക് എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് RBCക്ക് ഒരു കളർ ഉണ്ടാവല്ലോ, സോ ആ കളറും കുറയുന്നതിനെയാണ് നമ്മൾ മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ എന്ന് പറയുന്നത്. അപ്പോൾ അയൺ ഡെഫിഷ്യൻസി അനീമിയയിലും താലസീമിയയിലൊക്കെ ഈ മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയാണ്. കാരണം എന്താണ്, സൈസും കുറയും അതുപോലെ തന്നെ കളറും കുറയും. ഓക്കെ, സോ അതായിരിക്കും ഈ അയൺ ഡെഫിഷ്യൻസി അനീമിയയിലൊക്കെ നമ്മൾ കാണുന്നത്. സോ അവിടെ MCVയും MCHCയും ഒക്കെ എന്തായിരിക്കും, കുറവായിരിക്കും എന്നുള്ളത്. കാരണം ഹൈപ്പോക്രോമിക് ആണ്. സോ ഇനി അടുത്തത് നോർമോസൈറ്റിക് അനീമിയ. നോർമോസൈറ്റിക് എന്ന് പറഞ്ഞാൽ MCV, അതായത് അതിന്റെ സൈസ് നോർമൽ ആണ്. അപ്പൊ MCV ആ വോളിയം എന്ന് പറയുന്നത് MCV എന്തായിരിക്കും, നോർമൽ 80 to 100 femtoliter തന്നെ ആയിരിക്കും. പക്ഷെ എന്താണ് ഇവിടെ വരുന്നത്, ഒന്നെങ്കിൽ ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് ലോസ്. RBCന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഹീമോഗ്ലോബിന്റെ പ്രൊഡക്ഷൻ ഇമ്പയർഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആയിരുന്നു മൈക്രോസൈറ്റിൽ. കാരണം അയൺ ഡെഫിഷ്യൻസി അനീമിയയിലാണെങ്കിൽ അയണിന്റെ കുറവ് മൂലം ആ ഹീമോഗ്ലോബിന്റെ മര്യാദ സിന്തസിസ് നടക്കില്ല. അതുപോലെ താലസീമിയന്റെ കേസിലാണെങ്കിൽ ഗ്ലോബിൻ ചെയിന്റെ സിന്തസിസ് മര്യാദയ്ക്ക് നടക്കില്ല. അതൊക്കെ ഇമ്പയർഡ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ സിന്തസിസ് ആയിരുന്നു. എന്നാൽ നോർമോസൈറ്റിക് ആയിട്ടുള്ള RBC കാണുന്നത് ഏതൊക്കെ കേസിലായിരിക്കും, ഒന്നെങ്കിൽ ഹീമോഗ്ലോബിൻ സിന്തസിസ് ഒക്കെ നോർമൽ ആയിരിക്കും, അല്ലെങ്കിൽ RBC പ്രൊഡക്ഷൻ ഒക്കെ നോർമൽ ആയിരിക്കും, പക്ഷെ അതിന്റെ ഡിക്രീസ്ഡ് സിന്തസിസ് മര്യാദയ്ക്ക് സിന്തസൈസ് ചെയ്യുന്നില്ല, പ്രൊഡക്ഷൻ കുറയാണ്, അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്നത് ലോസ് ആവുകയാണ്. ഇപ്പൊ നമുക്ക് എന്താ പറയാ, ബ്ലീഡിങ്, ബ്ലഡ് ലോസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഓൾറെഡി RBCന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നോർമൽ ആയിരിക്കും, പക്ഷെ നമ്മളുടെ ബോഡിയിൽ നിന്ന് എന്തായി പോവാണ്, RBC ലോസ് ആവാണ്. അത് അങ്ങനത്തെ കേസിലൊക്കെ എന്താണ്, നോർമോസൈറ്റിക് അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള RBCs ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ അക്യൂട്ട് ബ്ലഡ് ലോസ് ഉണ്ടാവുകയാണ്. എന്താണ് അക്യൂട്ട് ബ്ലഡ് ലോസ്, നമുക്ക് എന്തെങ്കിലും ട്രോമയൊക്കെ കാരണം വന്നിട്ട് ബ്ലഡ് ലോസ് ആവുകയാണ്. അതുപോലെ ഹീമോലൈറ്റിക് അനീമിയ. ഹീമോലൈറ്റിക് അനീമിയയിൽ മര്യാദയ്ക്ക് RBC പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട്, പക്ഷെ എന്തായി, RBC ലൈസ് ചെയ്തിട്ട് അനീമിയ ഉണ്ടാവുകയാണ്, RBC പൊട്ടിയത് കാരണം. അപ്പൊ ആ കേസിലും എന്താണ്, നമുക്ക് നോർമോസൈറ്റിക് ആയിരിക്കും. അതുപോലെ അപ്ലാസ്റ്റിക് അനീമിയ, അപ്ലേഷ്യ, നമുക്ക് ബോൺ മാരോ അപ്ലേഷ്യ കാരണം മര്യാദയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, RBC പ്രൊഡക്ഷനേ നടക്കുന്നില്ല, ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ആണ് ഈ അപ്ലാസ്റ്റിക് അനീമിയയിൽ നടക്കുന്നത്. ബോൺ മാരോ എന്ത് പ്രൊഡ്യൂസ് ചെയ്യില്ല, RBC പ്രൊഡ്യൂസ് ചെയ്യില്ല. സോ ആ കേസിൽ, അതുപോലെ തന്നെ ചില കേസിൽ ഏർലി സ്റ്റേജസ് ഓഫ് അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ്, നമ്മൾ പറഞ്ഞല്ലോ ലേറ്റ് സ്റ്റേജിൽ മൈക്രോസൈറ്റിക് ആണെങ്കിൽ ഏർലി സ്റ്റേജിൽ ഈ ഒരു നോർമോസൈറ്റിക് ആയിട്ടുള്ള RBCs ആയിരിക്കും അനീമിയ ഓഫ് ക്രോണിക് ഡിസീസസിൽ ഉണ്ടാവുന്നത്. അപ്പം MCV ഞാൻ ഓൾറെഡി പറഞ്ഞു, നോർമൽ ആയിട്ടുള്ള MCV ആയിരിക്കും, പക്ഷെ HB കുറയും. കാരണം എന്താണ്, ഒന്നെങ്കിൽ ബ്ലഡ് ലോസ് കാരണം, അല്ലെങ്കിൽ മര്യാദയ്ക്ക് RBC പ്രൊഡക്ഷൻ നടക്കുന്നില്ല, അല്ലെങ്കിൽ ഹീമോലൈറ്റിക് അനീമിയയിലൊക്കെയാണ് ഈ നോർമോസൈറ്റിക് കാണുന്നത്, അല്ലെ, നോർമോസൈറ്റ് ആയിട്ടുള്ള RBC കാണുന്നത്. സോ പക്ഷെ HB എന്താവുന്നുണ്ട്, കുറയുന്നുണ്ട്. റെറ്റിക് കൗണ്ട് ഹെൽപ് ടു ഡിഫറൻഷിയേറ്റ് പ്രൊഡക്ഷൻ വിയസ് ഡിസ്ട്രക്ഷൻ. അപ്പൊ റെറ്റിക് കൗണ്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ്, പ്രൊഡക്ഷൻ നല്ല പ്രശ്നം കാരണമാണോ ഡിസ്ട്രക്ഷന്റെ പ്രശ്നം കാരണമാണോ ഈ ഒരു അനീമിയ വന്നതെന്നുള്ളത്. കാരണം പ്രൊഡക്ഷന്റെ പ്രശ്നമാണെങ്കിൽ നമുക്ക് റെറ്റിക് കൗണ്ട് കുറവായിരിക്കും, എന്നാൽ ഹീമോലൈറ്റിക് അനീമിയ അല്ലെങ്കിൽ അക്യൂട്ട് ബ്ലഡ് ലോസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ബോൺ മാരോയിൽ ആ സിഗ്നൽ കാരണം ഹൈപ്പോക്സി ഉണ്ടാവും, അത് കാരണം RBC പ്രൊഡക്ഷൻ കൂടും, എന്നിട്ട് റെറ്റിക് കൗണ്ട് കൂടുന്ന കേസിൽ അല്ലെങ്കിൽ ഇമ്മച്ചുർ ആയിട്ടുള്ള സെൽസ് നമ്മളുടെ പെരിഫറൽ സ്മിയറിൽ അല്ലെങ്കിൽ ബ്ലഡിൽ കാണും. കാരണം എന്താണ്, അത് നമ്മുടെ ബോഡിയിൽ നിന്ന് കുറെ RBC ലോസ് ആയിട്ടുണ്ട് എന്നുള്ള സിഗ്നൽ ആണ് റെറ്റിക് കൗണ്ട് പോസിറ്റീവ് തരുന്നത്. പക്ഷെ നമ്മളുടെ ബോൺ മാരോ RBC പ്രൊഡ്യൂസ് ചെയ്യുന്നേ ഇല്ല. അതായത് അപ്ലാസ്റ്റിക് ടൈപ്പ് അനീമിയയിലാണെങ്കിൽ റെറ്റിക് കൗണ്ട് ഉണ്ടാവോ, ഇല്ല, റെറ്റിക് കൗണ്ട് ഇൻക്രീസ് ഒന്നും ചെയ്യില്ല. സോ ആ ഒരു കാര്യം നമുക്ക് വെച്ചിട്ട് നമുക്ക് നോർമോസൈറ്റിക് അനീമിയ ഡിസ്ട്രക്ഷൻ കാരണമാണോ വരുന്നത്, അല്ലെങ്കിൽ ഇതേപോലെ പ്രൊഡക്ഷന്റെ പ്രശ്നം കാരണമാണോ വരുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇനി മാക്രോസൈറ്റിക് അനീമിയ. മാക്രോസൈറ്റിക് അനീമിയ എന്ന് പറയുമ്പോൾ പേരിൽ തന്നെയുണ്ട്, അല്ലെങ്കിൽ RBC വലിയ RBCs ആയിരിക്കും അല്ലെ മാക്രോസൈറ്റിക് അനീമിയയിൽ വരുന്നത്. അവിടെ ഇമ്പയർഡ് DNA സിന്തസിസ് ആണ്. അതായത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി അനീമിയ, അതുപോലെ ഫോളേറ്റ് ഡെഫിഷ്യൻസി കാരണം വരുന്നത്, ആൽക്കഹോളിസം, ലിവർ ഡിസീസ്, ഹൈപ്പോതൈറോയിഡിസം ഒക്കെ കാരണം വരുന്നതാണ് ഈ മാക്രോസൈറ്റിക് അനീമിയ. മെയിൻലി നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയും
ഫോളേറ്റ് ഡെഫിഷ്യൻസി ആണ്. ഇത് കാരണം ഉണ്ടാവുന്ന അനീമിയനെ നമ്മൾ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്നാണ് പറയുന്നത്. ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയും ഫോളേറ്റ് ഡെഫിഷ്യൻസിയും കാരണം ഉണ്ടാവുന്ന ടൈപ്പ് ഓഫ് അനീമിയനെ നമ്മൾ പറയുന്നത് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്നും, ആൽക്കഹോളിസം, ലിവർ ഡിസീസ്, ഹൈപ്പോതൈറോയിഡിസം കാരണമൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ നോൺ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എന്തായിരിക്കും MCV? യെസ്, MCV കൂടും അല്ലെ. വലിയ RBC ആകുമ്പോൾ MCV കൂടും. ഇതിൽ ഓർത്ത് വെക്കേണ്ടത് മെഗാലോബ്ലാസ്റ്റിക് അനീമിയയില് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഞാൻ പറഞ്ഞല്ലോ, ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയും ഫോളേറ്റ് ഡെഫിഷ്യൻസിയും ഒക്കെ കാരണം ഉണ്ടാവുന്ന അനീമിയനെ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞു. സോ ആ കേസിൽ ഹൈപ്പർ സെഗ്മെന്റഡ് ആയിട്ടുള്ള ന്യൂട്രോഫിൽ, സാധാരണ നമുക്ക് 2 or 3 സെഗ്മെന്റ് ഉള്ള ന്യൂട്രോഫിൽസ് ആണ് കാണുന്നത്. പക്ഷെ ഇവിടെ കൂടുതൽ 5 or 6 ഇങ്ങനെ കൂടുതൽ സെഗ്മെന്റഡ് ആയിട്ടുള്ള ന്യൂട്രോഫിൽസ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിൽ കാണും എന്നുള്ളത് എപ്പോഴും ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ഹോമോസിസ്റ്റിന് ഇൻക്രീസ് ചെയ്യും എന്നുള്ളതൊക്കെ ഉള്ളത് ഓർത്ത് വെക്കാം. ഇത്രയാണ് നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിൽ ഡിസ്കസ് ചെയ്യൂ കേട്ടോ. ഓക്കെ, നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. മൈക്രോസൈറ്റിക് അനീമിയ കാണുന്നത് അയൺ ഡെഫിഷ്യൻസി അനീമിയ, താലസീമിയ, സിഡ്രോബ്ലാസ്റ്റിക് അനീമിയ, ലേറ്റ് സ്റ്റേജ് ഓഫ് അനീമിയ ഓഫ് ക്രോണിക് ഡിസീസിലൊക്കെയാണ്. നോർമോസൈറ്റിക് അനീമിയ കാണുന്നത് ഒന്നെങ്കിൽ അക്യൂട്ട് ബ്ലഡ് ലോസ്, കൂടുതലായിട്ട് RBC ഉണ്ടായത് ഡിസ്ട്രക്ട്, അക്യൂട്ട് ബ്ലഡ് ലോസ്, ഹീമോലൈറ്റിക് അനീമിയയിലൊക്കെ ഡിസ്ട്രക്ഷൻ കാരണം, അല്ലെങ്കിൽ അപ്ലാസ്റ്റിക് അനീമിയ, മര്യാദയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല RBC, അല്ലെങ്കിൽ അനീമിയ ഓഫ് ക്രോണിക് ഡിസീസിന്റെ ഏർലി സ്റ്റേജസിലൊക്കെ. മാക്രോസൈറ്റിക് അനീമിയ കാണുന്നത് മെയിൻലി മെഗാലോബ്ലാസ്റ്റിക് അനീമിയ, അതായത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, അതുപോലെ ഫോളേറ്റ് ഡെഫിഷ്യൻസിന്റെ ഒക്കെ കേസിലാണ്. അവിടെ ഹൈപ്പർ സെഗ്മെന്റഡ് ന്യൂട്രോഫിൽസും ഈ മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിൽ കാണും എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, സോ ഇനി ഇത് ജസ്റ്റ് നമ്മൾ സൈസിന്റെ ബേസിലാണ് നമ്മൾ മൈക്രോസൈറ്റിക്, നോർമോസൈറ്റിക് എന്നൊക്കെ പറഞ്ഞത്. എന്നാൽ ഇവിടെ നമ്മൾ പറയുന്നത് അതിന്റെ എത്തിയോളജിന്റെ ബേസിൽ, അതായത് കോസിന്റെ ബേസിൽ നമുക്ക് മറ്റൊരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ. നേരത്തെ നിങ്ങൾ ഓർക്കണ്ട, ഇത് മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ. ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ, അതായത് RBC പ്രൊഡക്ഷനിൽ എന്ത് സംഭവിക്കുകയാണ്? മര്യാദയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. RBCന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഹീമോഗ്ലോബിന്റെ പ്രൊഡക്ഷന് എഫക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അയൺ ഡെഫിഷ്യൻസി അനീമിയ, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി അനീമിയ, ഫോളേറ്റ് ഡെഫിഷ്യൻസി അനീമിയ, അപ്ലാസ്റ്റിക് അനീമിയ, അനീമിയ CKD ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻസിന്റെ കേസിലൊക്കെ നമുക്ക് ഈ ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ആണ്. കാരണം ക്രോണിക് CKD ഡിസീസിൽ നമുക്കറിയാം എറിത്രോപോയറ്റിനൊക്കെ കിഡ്നിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്രോണിക് കിഡ്നി ഡിസീസസ് ഉണ്ടാവുമ്പോൾ നമ്മളെ എറിത്രോപോയസിനെ അത് എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. സോ അപ്പൊ ഈ RBC പ്രൊഡക്ഷൻ എന്ത് ചെയ്യാണ്? ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ RBCന്റെ പ്രൊഡക്ഷൻ എഫക്ട് ചെയ്യാണ്. അപ്പൊ അയൺ മര്യാദയ്ക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് RBC പ്രൊഡക്ഷൻ അത് എഫക്ട് ചെയ്യില്ലേ? വൈറ്റമിൻ B12 നമുക്ക് എന്തിനു വേണം? RBC പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ പ്രൊഡക്ഷൻ ആവശ്യമാണ്. ഫോളിക് ആസിഡും എന്തിനു വേണം? എറിത്രോപോയസിന് അത്യാവശ്യമാണ്. പിന്നെ അപ്ലാസ്റ്റിക് അനീമിയ നേരത്തെ പറഞ്ഞു, ബോൺ മാരോ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല? RBCന്റെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യാത്ത കണ്ടീഷനാണ് അപ്ലാസ്റ്റിക് അനീമിയ. അതിലും നമ്മളെ പ്രൊഡക്ഷൻ എഫക്ട് ചെയ്യുന്നതാണ്, ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ആണ്. ഞാൻ പറഞ്ഞു CKD ക്രോണിക് കിഡ്നി ഡിസീസ്, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എറിത്രോപോയിറ്റിൻ എന്നൊക്കെ RBC പ്രൊഡക്ഷൻ ആവശ്യമുണ്ട്. സോ അതും നമുക്ക് ഡിക്രീസ്ഡ് പ്രൊഡക്ഷനിൽ പറയാം. സോ അപ്പൊ നമുക്ക് എന്താണ്? ഇൻസഫിഷ്യന്റ്, എന്താണ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇൻസഫിഷ്യന്റ് ബിൽഡിംഗ് ബ്ലോക്സ് ഓർ ബോൺ മാരോ ഫെയിലിയർ. ഇപ്പൊ അപ്ലാസ്റ്റിക് അനീമിയയിൽ ബോൺ മാരോ ഫെയിലിയർ ആണ് സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് അതായത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇല്ല, അയണ്, ഫോളേറ്റ്, വൈറ്റമിൻ B12 ഒന്നും കിട്ടാണ്ട് RBC പ്രൊഡക്ഷൻ നടക്കുന്നില്ല. സോ ഇവിടെ എന്തായിരിക്കും? ലോ റെറ്റിക് ആണ്. ഞാൻ പറഞ്ഞു നേരത്തെ നമുക്ക് ഒരു പോയിന്റ് പഠിച്ചുള്ള റെറ്റിക് കൗണ്ട് നോക്കിയിട്ട് ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ആണോ അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് ഡിസ്ട്രക്ഷൻ ആണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെ, ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ആണെങ്കിൽ മര്യാദയ്ക്ക് RBC പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എങ്കിൽ അവിടെ റെറ്റിക് കറന്റ് കുറവായിരിക്കും. യൂഷ്വലി എന്തായിരിക്കും? ഒന്നെങ്കിൽ നോർമോസൈറ്റിക് അല്ലെങ്കിൽ മൈക്രോസൈറ്റിക് ആയിരിക്കും. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇതിൽ ഏതൊക്കെയാണ് നോർമോസൈറ്റിക് കാണുന്നത്, ഇതിൽ ഏതൊക്കെയാണ് മൈക്രോസൈറ്റിക് ആയിട്ടുള്ള കാണുന്നത്, ഏത് ടൈപ്പ് ഓഫ് അനീമിയയിലാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഞാൻ വീണ്ടും പറയുന്നില്ല. അപ്പോ ഓർത്ത് വെക്കേണ്ടത് RBC പ്രൊഡക്ഷൻ മര്യാദയ്ക്ക് നടക്കുന്നില്ല എങ്കിൽ റെറ്റിക് കൗണ്ട് കുറവായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് ഇൻക്രീസ്ഡ് ഡിസ്ട്രക്ഷൻ, അതായത് RBC ലൈസ് ആവുക അല്ലെങ്കിൽ ഹീമോലൈസിസ് സംഭവിക്കുന്നതാണ്.
ഇപ്പൊ ഹെറിഡിറ്ററി സ്പീറോസൈറ്റോസിന്റെ കേസിൽ സ്പീറോസൈറ്റോസിസ് എന്ന് പറയുമ്പോൾ RBC സ്വെൽ ചെയ്ത് വലിയ സെൽസ് ആവും. അപ്പൊ നമുക്കറിയാലോ സ്വെൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഡിസ്ട്രക്ട് ആയി പോകും. സിക്കിൾ സെൽ ഡിസീസിന്റെ കേസിൽ, അതുപോലെ G6PD ഡെഫിഷ്യൻസിന്റെ കേസിൽ, ഓട്ടോ ഇമ്മ്യൂൺ ഹിമോലൈറ്റിക് അനീമിയന്റെ കേസിൽ, മൈക്രോ ആൻജിയോപതിക് ഹിമോലൈറ്റിക് അനീമിയന്റെ കേസിൽ, ഇങ്ങനത്തെ കേസിലൊക്കെ എന്താ സംഭവിക്കുന്നത്? RBC ഡിസ്ട്രക്ഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പൊ ഓർത്ത് വെക്കണേ, ഹെറിഡിറ്ററി സ്പീറോസൈറ്റോസിന്റെ കേസിൽ, സിക്കിൾ സെൽ ഡിസീസ്, G6PD ഡെഫിഷ്യൻസി, ഓട്ടോ ഇമ്മ്യൂൺ ഹിമോലൈറ്റിക് അനീമിയയിലൊക്കെ എന്താണ് RBC ഡിസ്ട്രക്ട് ചെയ്തത്. RBCന്റെ ലൈഫ് സ്പാൻ കുറഞ്ഞ RBC പെട്ടെന്ന് ഡിസ്ട്രക്ട്, സാധാരണ 120 ഡേയ്സ് ലൈഫ് സ്പാൻ ഉള്ള RBC അതിന് മുന്നേ ഡിസ്ട്രക്ട് ചെയ്യാണ് പല കാരണങ്ങൾ കൊണ്ട്. സോ അങ്ങനെയുള്ള കേസിൽ നമുക്ക് റെറ്റിക് കൗണ്ട് കൂടുതലായിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ RBC കൂടുതലായിട്ട് ഡിസ്ട്രക്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ ഹൈപ്പോക്സിയ എന്നുള്ള കണ്ടീഷൻസ് ഉണ്ടാവും. സോ ഇത് എന്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യും? എറിത്രോപോയിസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. കാരണം നമ്മളുടെ ബോൺ മാരോക്ക് RBC പ്രൊഡക്ഷൻ ഒന്നും പ്രശ്നമില്ല. RBC കൂടുതലായിട്ട് നമ്മളുടെ ബോഡിയിൽ നിന്ന് ഡിസ്ട്രക്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി തന്നെ കൂടുതലായിട്ട് RBC ഉണ്ടാക്കാനുള്ള സിഗ്നൽ കൊടുത്ത് RBC പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇമ്മച്വർ ആയിട്ടുള്ള നമ്മുടെ റെറ്റിക് കൗണ്ട്, അതായത് റെറ്റിക്കുലോസൈറ്റ് ഒക്കെ നമ്മുടെ ബ്ലഡിലേക്ക് എൻ്റർ ചെയ്ത് നമുക്ക് റെറ്റിക് കൗണ്ട് കൂടുതലായിട്ട് കാണും. അപ്പോൾ ഡിസ്ട്രക്ഷനിലാണ് പ്രശ്നമെങ്കിൽ റെറ്റിക്കുലോസൈറ്റ് കൂടും. പ്രൊഡക്ഷൻ RBC പ്രൊഡക്ഷനിലാണ് പ്രശ്നമെങ്കിൽ റെറ്റിക്കുലോസൈറ്റ് കുറയും എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഹീമോലൈസിസിന്റെ കേസിലൊക്കെ ഈ LDH കൂടും. അതുപോലെ തന്നെ ഹാപ്റ്റോഗ്ലോബുലിന്റെ ലെവൽ കുറയും. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബിലിറുബിൻ കൂടും. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഹിമോലൈറ്റിക് അനീമിയയിലൊക്കെ, ഹിമോലൈറ്റിക് ജോണ്ടിസിലൊക്കെ നമ്മള് ഇൻഡയറക്റ്റ് ബിലിറുബിൻ എന്ന് പറഞ്ഞാല് നമ്മളെ അൺകോൺജുഗേറ്റഡ് ബിലിറുബിൻ ആണ്. കോൺജുഗേഷൻ നടക്കാത്ത ബിലിറുബിൻ, കാരണം കൂടുതലായിട്ട് RBC പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാലോ ഈ ഹീമോഗ്ലോബിന്റെ ബ്രേക്ക് ഡൗൺ പ്രൊഡക്റ്റ് ആണ് ബിലിറുബിൻ എന്ന് പറയുന്നത്. ഈ ബിലിറുബിൻ കൂടുതലായിട്ടുണ്ടാവും. ഈ കൂടുതലായിട്ട് ഉണ്ടാവുന്ന ബിലിറുബിൻ എന്ന് പറയുന്നത് കോൺജുഗേഷൻ നടക്കാത്ത ബിലിറുബിൻ ആണ്. കാരണം കോൺജുഗേഷൻ ചെയ്യുന്നത് ലിവർ ആണ്. അപ്പൊ ലിവറിൽ എത്തുന്നതിന്റെ മുന്നേ തന്നെ RBC കൂടുതലായിട്ട് ഡിസ്ട്രാക്ട് ചെയ്തിട്ട് കുറേ അധികം ബിലിറുബിൻ ഉണ്ടാവും. അത് കോൺജുഗേറ്റഡ് ആയിട്ടുള്ള ബിലിറുബിൻ അല്ല, അൺകോൺജുഗേറ്റഡ് ആയിട്ടുള്ള ബിലിറുബിൻ ആണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഹീമോലൈസിസ് RBC കൂടുതലായിട്ട് ഡിസ്ട്രാക്ട് ചെയ്തിട്ടുണ്ടാവുന്ന അനീമിയയില് എന്തുണ്ടാവും? ഇൻഡയറക്റ്റ് ബിലിറുബിൻ ഉണ്ടാവും. റെറ്റിക് കൗണ്ട് കൂടുതലായിരിക്കും. LDH കൂടുതലായിരിക്കും. ഹാപ്റ്റോഗ്ലോബുലിൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത ടൈപ്പ് ബ്ലഡ് ലോസ് കാരണം ഉണ്ടാവുന്ന അനീമിയ. അപ്പോൾ നമുക്ക് ചിലപ്പം GI ബ്ലീഡിങ്, അതായത് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ബ്ലീഡിങ്, ഇപ്പൊ ചിലർക്ക് മെൻസ്ട്രേഷൻസ് കാരണം അങ്ങനെയുള്ള വജൈനൽ ബ്ലീഡിങ് കൂടുതലായിട്ട് വരാം. ചിലർക്ക് മാലിഗ്നൻസി കാരണം ബ്ലീഡിങ് വരാം. ചിലർക്ക് എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് ട്രോമ വരും, ഇഞ്ചുറി പറ്റിയിട്ട് നമുക്ക് ബ്ലീഡിങ് വരാം. അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ നമ്മളുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് പോവാണ് അല്ലേ. സോ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻസ് ലോസ് ആയി പോവാണ്. സോ ഈ ഒരു കേസിലും നമുക്ക് എന്ത് വരാം? അനീമിയ വന്നൂടെ? വരാം. പക്ഷെ അവിടെ ഉണ്ടാവുന്ന അനീമിയ ഇനീഷ്യലി നോർമോസൈറ്റിക് ആയിരിക്കും, സ്റ്റാർട്ടിങ്ങിൽ നോർമോസൈറ്റിക് ആയിരിക്കും. പക്ഷെ ക്രോണിക് ആവുന്ന കേസിൽ അത് എന്തിലേക്ക് ആവാൻ ചാൻസ് ഉണ്ട്? മൈക്രോസൈറ്റിക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ആദ്യമൊക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് ലോസ് ആവുമ്പോൾ നോർമോസൈറ്റിക് ആയിട്ടുള്ള സെൽസ് ആണെങ്കിൽ പിന്നെ അത് മൈക്രോസൈറ്റിക് ആയിട്ടുള്ള സെൽ ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. ഇവിടെ നമുക്ക് കുറെ അധികം ഡൗട്ട്സ് ഉണ്ടാവും, കാരണം നമ്മൾ ജസ്റ്റ് ബേസിക് ആയിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അനീമിയന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പാത്തോളജി ഓഫ് thalassemia ഈസ് ഓപ്ഷൻ എ RBC number is increased, ഓപ്ഷൻ ബി globin production decreased, ഓപ്ഷൻ സി iron is deficient, ഓപ്ഷൻ ഡി abnormal globin produced. thalassemia എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? യെസ്, ഗ്ലോബിൻ പ്രൊഡക്ഷൻ ഡിക്രീസ്ഡ് ആണ് അല്ലെ. നമ്മൾ ഹീമോഗ്ലോബിൻ എടുക്കുകയാണെങ്കിൽ ഹീമോഗ്ലോബിനിൽ മെയിൻലി ഇമ്പോർട്ടന്റ് ആയിട്ട് രണ്ട് പാർട്ടാണ് വരുന്നത്. ഹീം പാർട്ടും വരുന്നുണ്ട്, അതേപോലെ ഗ്ലോബിൻ പാർട്ടും വരുന്നുണ്ട് അല്ലെ. ഗ്ലോബിൻ പാർട്ടും വരുന്നുണ്ട്.
ഈ ഗ്ലോബിൻ പാർട്ടിന്റെ സിന്തസിസ് ഡിക്രീസ് ചെയ്യുന്ന കണ്ടീഷനെയാണ് നമ്മൾ താലസീമിയ എന്ന് പറയുന്നത്. താലസീമിയ എന്ന് പറയുമ്പോൾ മെയിൻലി നമുക്ക് ആൽഫ താലസീമിയ, ബീറ്റ താലസീമിയ എന്ന് പറഞ്ഞ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് താലസീമിയ പഠിക്കാനുണ്ട്. അതിന്റെ മുന്നേ ആയിട്ട് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, നമ്മൾ ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ അഡൽട്ടിൽ കാണുന്ന വലിയ 3 ടൈപ്പ് ഓഫ് ഹീമോഗ്ലോബിൻസ് കാണാറുണ്ട്. ഐ മീൻ HB കാണാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അഡൽട്ടിൽ കാണുന്ന ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് HbA എന്ന് പറയുന്നതാണ്. ഓക്കെ, നോർമലി നമ്മൾ കൂടുതലായിട്ട് അഡൽട്ടിൽ കാണുന്ന ഹീമോഗ്ലോബിൻ ഏതാണ്? HbA. ഈ HbAന്റെ ഗ്ലോബിൻ ചെയിൻ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാല് നമുക്ക് 2 ആൽഫ ചെയിൻസും 2 ബീറ്റ ചെയിൻസും കൂടി ചേർന്നതാണ് HbAന്റെ ഗ്ലോബിൻ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ അഡൽട്ടിൽ കാണുന്നത് ഈ ആൽഫ ടു ബീറ്റ ടു എന്ന് പറയുന്ന HbA ആയിരിക്കും. എന്നാൽ ഈ HbA2 എന്ന് പറയുന്നത് ഏറ്റവും മൈനർ എമൗണ്ടിൽ, കുറച്ച് ചെറിയ എമൗണ്ടിൽ അഡൽട്ടിൽ കാണുന്ന ഹീമോഗ്ലോബിൻ ആണ്. പക്ഷെ അവിടെ 2 ആൽഫ ചെയിനും 2 ഡെൽറ്റ ചെയിനുമാണ് വരുന്നത്. ഓക്കെ, ബീറ്റ ചെയിനിന് പകരം 2 ഡെൽറ്റ ചെയിൻ ആണ് വരുന്നതെങ്കിൽ അത് HbA2 ആണ്. അത് അഡൽട്ടില് ചെറിയ അളവിൽ മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ HbF എന്ന് പറഞ്ഞ ഫീറ്റൽ ഹീമോഗ്ലോബിൻ ആണ്. ശരിക്കും നമ്മൾ ഫീറ്റസിൽ കൂടുതലായി കാണുന്നത് HbF ആണ്. ഏജ് കൂടുന്നതിനനുസരിച്ചിട്ട് ന്യൂ ബോൺസിൽ നമുക്ക് HbF കൂടുതലായിട്ട് കാണാൻ പറ്റും. പക്ഷെ ഏജ് കൂടുന്നതിനനുസരിച്ച് ഈ HbFന്റെ അളവ് കുറയാണ് ചെയ്യുന്നത്. സോ അതിന്റെ ഗ്ലോബിൻ ചെയിൻ എങ്ങനെ ആയിരിക്കും? 2 ആൽഫ ചെയിനും 2 ഗാമ ചെയിനുമാണ് HbFൽ വരുന്നത്. നോക്കിക്കേ, എല്ലാത്തിലും ആൽഫ ചെയിൻ വരുന്നുണ്ട് അല്ലെ? HbA1ലും HbAലും HbA2ലും HbFലും ആൽഫ ചെയിൻ വരുന്നുണ്ട്. എന്നാൽ HbAല് ബീറ്റ ചെയിനും HbA2ല് ഡെൽറ്റ ചെയിനും HbFല് ഗാമ ചെയിനുമാണ് ആൽഫ ചെയിൻ കൊണ്ട് കൂടെ 2 എണ്ണം വരുന്നത്. അതൊന്ന് ഓർത്ത് വെക്കുക. ബേസിക് ആയിട്ടുള്ള കാര്യം അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് താലസീമിയ നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ആൽഫ താലസീമിയ എന്ന് പറയുന്നത്. ആൽഫ താലസീമിയ എന്ന് പറയുമ്പോൾ അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ ആൽഫ ചെയിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആൽഫ ഗ്ലോബിൻ ചെയിന്റെ പ്രൊഡക്ഷൻ കുറയാണ് ചെയ്യുന്നത്. ആൽഫ താലസീമിയയിൽ എങ്ങനെയായിരിക്കും? ആൽഫ ചെയിന്റെ പ്രൊഡക്ഷൻ കുറയും. ആൽഫ ചെയിന്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഈ ആൽഫ ചെയിന്റെ ജീൻസ്, ആൽഫ ചെയിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻസ് ഉണ്ടാവില്ല, ആ ജീൻസിൽ വരുന്ന മ്യൂട്ടേഷനോ ഡിലീഷനോ കാരണമാണ് ഈ ആൽഫ താലസീമിയ വരുന്നത്. അപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആൽഫ താലസീമിയ വരുന്നുണ്ട്. അതില് സൈലന്റ് ആയിട്ടുള്ള കാരിയർ ഉണ്ട്. അത് ഒരൊറ്റ ജീൻസ് ആണ് അവിടെ ഡിലീറ്റ് ചെയ്യുന്നത്. ആൽഫ ചെയിനിൽ ഒരൊറ്റ ജീനാണ് ഡിലീറ്റ് ചെയ്യുന്നത്, സൈലന്റ് കാരിയർ ആയിരിക്കും. എന്നാൽ ആൽഫ താലസീമിയ ട്രേറ്റ് അല്ലെങ്കിൽ ആൽഫ താലസീമിയ മൈനർ എന്ന് പറയും. അവിടെ 2 ജീൻ എന്താവുന്നുണ്ട്? ഡിലീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ആൽഫ താലസീമിയ മൈനറിൽ 2 ജീന് ഡിലീറ്റ് ആവുന്നുണ്ട്. പിന്നെ അടുത്തതാണ് HbH ഡിസീസ് എന്ന് പറയുന്നത്. ആൽഫ താലസീമിയന്റെ മറ്റൊരു ടൈപ്പാണ് HbH ഡിസീസ് എന്ന് പറയുന്നത്. അവിടെ 3 ജീൻസ് എന്താവുന്നുണ്ട്? ഡിലീറ്റ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. സോ ലാസ്റ്റ് ആൽഫ താലസീമിയ മേജർ എന്ന് പറയുന്നത് അവിടെ 4 ജീൻസ് ഡിലീറ്റ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ HB ബാർട്ട് ഡിസീസസ് എന്ന് നമുക്ക് പറയാം. അവിടെ നമുക്ക് ഹൈഡ്രോഫീറ്റാലിസ് എന്നും കൂടി വേണമെങ്കിൽ കണ്ടീഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അപ്പൊ നമ്മൾ പറഞ്ഞു ആൽഫ താലസീമിയയിൽ 1 ജീൻ ഡിലീറ്റ് ചെയ്യുക, അത് സൈലന്റ് കാരിയർ ആയിരിക്കും. ആൽഫ താലസീമിയ മൈനറിൽ 2 ജീൻ ഡിലീറ്റ് ആവുന്നുണ്ട്. ഹീമോഗ്ലോബിൻ H ഡിസീസസിൽ HbH ഡിസീസിൽ 3 ജീൻ ഡിലീറ്റ് ആവുന്നുണ്ട്. ആൽഫ താലസീമിയ മേജറിലാണെങ്കിൽ 4 ജീൻസ് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അതിന് HB ബാർട്ട് ഡിസീസ് എന്ന് അല്ലെങ്കിൽ ഹൈഡ്രോഫീറ്റാലിസ് എന്ന് പറയുന്ന കണ്ടീഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഹീമോഗ്ലോബിൻ എങ്ങനെ ആയിരിക്കും നോക്കാം. ആൽഫ താലസീമിയയില് ഹീമോഗ്ലോബിൻ HbA നമുക്കറിയാം. HbA എന്ന് പറയുമ്പോൾ മെയിൻലി ആൽഫ ടു ബീറ്റ ടു ആണ്. ആൽഫ ഇല്ല അല്ലെ? അപ്പൊ നമുക്ക് എന്താണ്?
HbA ആബ്സെന്റ് ഓർ ഡിക്രീസ്ഡ് ആണ്. HbAന്റെ പ്രൊഡക്ഷൻ മര്യാദയ്ക്ക് നടക്കുമോ? HbA ആണ് അഡൽട്ട് ഹിമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കാണുന്നത് HbA ആണ്. സോ HbAക്ക് വേണ്ട ആൽഫ ഇല്ല. അപ്പൊ ആൽഫ ഡിക്രീസ് ചെയ്യോ ആബ്സെന്റ് ആയിരിക്കോ? HbA ഡിക്രീസ് ചെയ്യോ ആബ്സെന്റ് ആയിരിക്കോ ചെയ്യും. അതുപോലെ ഈ HbH ഡിസീസസിൽ താലസീമിയ മേജറിൽ HB ബാർട്ട് കാണാനുണ്ടാവും കേട്ടോ. സോ ആ ഒരു സിവിയർ സ്റ്റേജസിൽ ഈ HB ബാർട്ട് സെൽസ് HB ബാർട്ട് ഇൻക്രീസ് ചെയ്യും എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ. സോ ഇനി നമുക്ക് ബീറ്റ താലസീമിയയിലേക്ക് വരാം. ബീറ്റ താലസീമിയന്റെ കേസിൽ നമ്മൾ ബീറ്റ ഗ്ലോബുലിൻ ചെയിന്റെ പ്രൊഡക്ഷൻ ആണ് കുറയുന്നത്. ഓക്കെ. ആൽഫ താലസീമിയയിലായിക്കോട്ടെ ബീറ്റ താലസീമിയയിലായിക്കോട്ടെ നമ്മൾ പറഞ്ഞു ഗ്ലോബിന്റെ പ്രൊഡക്ഷൻ ആണ് കുറയുന്നത്. അതിൽ ബീറ്റ ഗ്ലോബിൻ ചെയിന്റെ പ്രൊഡക്ഷൻ കുറയുന്നതാണ് ബീറ്റ താലസീമിയ എന്ന് പറയുന്നത്. ഈ ബീറ്റ ഗ്ലോബിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻസ് ഉണ്ടാവില്ലേ, അതിൽ വരുന്ന മ്യൂട്ടേഷൻസ് ആണ് നമുക്ക് ബീറ്റ താലസീമിയന്റെ കോസ് എന്ന് പറയുന്നത്. അതിൽ ബീറ്റ താലസീമിയ മൈനർ എന്ന് പറയുന്നത് കാരിയർ ആണ്. അവിടെ ഒരു ജീനാണ് ഡിലീറ്റ് ആവുന്നത്, അല്ലെങ്കിൽ ഡിലീറ്റ് ആവില്ല, ഒരു ജീനാണ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നത്. ബീറ്റ താലസീമിയ ഇന്റർമീഡിയ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ബീറ്റ താലസീമിയ മേജറും വരുന്നുണ്ട്. ബീറ്റ താലസീമിയ മേജറിൽ 2 ജീൻസ് എന്താവുന്നുണ്ട്? ഡിലീറ്റ് ആവുന്നുണ്ട്. ഇന്റർമീഡിയയിലും 2 ജീൻസ് ഡിലീറ്റ് ആവില്ല, മ്യൂട്ടേഷൻസ് സംഭവിക്കുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടി സിവിയർ ഫോം ആണ് ഈ ബീറ്റ താലസീമിയ മേജർ എന്ന് പറയുന്നത്. നമ്മളതിനെ കൂളീസ് അനീമിയ എന്നും കൂടി പറയും. അപ്പൊ ബീറ്റ താലസീമിയ മൈനർ, ബീറ്റ താലസീമിയ ഇന്റർമീഡിയ, ബീറ്റ താലസീമിയ മേജർ എന്ന് പറഞ്ഞ് നമുക്ക് ഡിവൈഡ് ചെയ്യാം. മേജറിനെ നമ്മൾ കൂളീസ് അനീമിയ എന്ന് പറയും. അതേപോലെ തന്നെ ബീറ്റ താലസീമിയ മൈനർ കാരിയർ സ്റ്റേജ് ആണ്. അവിടെ ഒരു ജീനാണ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നതെങ്കിൽ മേജറിൽ 2 ജീനിന് എന്ത് സംഭവിക്കുന്നുണ്ട്? മ്യൂട്ടേഷൻസ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ ഹീമോഗ്ലോബിന് നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് HbA എന്തായാലും ഡിക്രീസ്ഡ് ഓർ ആബ്സെന്റ് ആവും ബീറ്റ താലസീമിയയിലും. കാരണം എന്താണ്? HB ആൽഫ ടു ബീറ്റ 2 ആണ് വരുന്നത് അല്ലെ. സോ ബീറ്റ ഉള്ളത് കൊണ്ട് HbAയിൽ ബീറ്റ ഉള്ളത് കൊണ്ട് ഇവിടെയും HbAന്റെ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യും. പക്ഷേ HbF HbA2 ഇൻക്രീസ് ചെയ്യും. മേജർ ഫോം ആയിട്ട് നമുക്ക് HbA2 ഒക്കെ ആയിരിക്കും കാണാൻ പറ്റും. കാരണം HbA2ല് നമ്മൾ ബീറ്റ ഉണ്ടോ? ഇല്ല. HbA2ലായിക്കോട്ടെ HbF-ലായിക്കോട്ടെ ആൽഫ മാത്രമേ ഉള്ളൂ. പിന്നെ ഡെൽറ്റയും ഗാമയാണ് വരുന്നത്. അതുകൊണ്ട് HbF HbA2ന്റെ അളവും കൂടും എന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. കാരണം എന്താണ്? ബീറ്റ താലസീമിയയിൽ ബീറ്റ കുറയുന്നുണ്ട്, അപ്പോൾ ബാക്കിയുള്ളത് കൂടും എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ആൽഫ താലസീമിയയുടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ആൽഫ മൈനറിൽ മൈൽഡ് അനീമിയ ആയിരിക്കും. HbH ഡിസീസസിലാണെങ്കിൽ നമുക്ക് സിവിയർ അനീമിയയും സ്പ്ലീനോമെഗാലിയും ഒക്കെ കാണാൻ പറ്റും. ഹൈഡ്രോഫീറ്റാലിസിസിലാണെങ്കിൽ ഇൻയൂട്രോ ആയിട്ടുള്ള ലീതൽ ആയിരിക്കും അല്ലെ. അങ്ങനെ ഒരു യൂട്രസിൽ നമുക്ക് എന്താണ് ഫീറ്റസ് ഡെഡ് ആവുന്ന കണ്ടീഷൻസ് കാണാൻ പറ്റും എന്നുള്ളതാണ്. എന്നാൽ ബീറ്റ താലസീമിയയുടെ കേസിലാണെങ്കിൽ നമുക്ക് ജോണ്ടിസ്, അതുപോലെ സിവിയർ അനീമിയ, ഗ്രോത്ത് റിട്ടാർഡേഷൻ, ഹെപ്പറ്റോസ്പ്ലീനോമെഗാലി, മേജറിന്റെ കേസിലൊക്കെ ആണെങ്കിൽ ബോൺ ഡിഫോമിറ്റീസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതും കൂടി നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ലാബ് ഫൈൻഡിങ്ങിൽ നമുക്കറിയാം ആൽഫ താലസീമിയയിലായിക്കോട്ടെ ബീറ്റ താലസീമിയയിലായിക്കോട്ടെ താലസീമിയ എന്ന് പറയുമ്പോൾ മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് ആയിട്ടുള്ള RBCs ആയിരിക്കും കാണുന്നത്. മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് ആയിരിക്കും RBC എന്ന് പറയുന്ന 2 ടൈപ്പ് ഓഫ് താലസീമിയ. അതുപോലെ തന്നെ RBC കൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബീറ്റ മേജറിൽ എലിവേറ്റഡ് ആയിട്ടുള്ള RBC കൗണ്ട് വരുന്നുണ്ട്. അതുപോലെ ടാർജറ്റ് സെൽസ് നമുക്ക് കാണാൻ പറ്റും. ബേസോഫിലിക് സ്റ്റിപ്ലിംഗ്, ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള RBCs ഒക്കെ നമുക്ക് സിവിയർ കേസസിൽ കാണാൻ പറ്റും എന്നുള്ളത് എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. സോ അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ ഇലക്ട്രോഫോറസിസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആൽഫ താലസീമിയയിൽ HbA ആബ്സെന്റ് ആയിരിക്കും.
നമ്മൾ നേരത്തെ പറഞ്ഞ HB ബാർട്ട് സിവിയർ കേസസിൽ, അതായത് ആൽഫ മേജറിൽ നമുക്ക് ബാർട്ട് സെൽസ്, HB ബാർട്ട് കാണാൻ പറ്റും. പിന്നെ ബീറ്റ താലസീമിയന്റെ കേസിലാണെങ്കിൽ HbF എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഈ HB ബാർട്ട് എന്ന് പറഞ്ഞാല് ഒരു ടൈപ്പ് ഓഫ് HB ആണ്, അതായത് 4 ഗാമ ചെയിൻ ആയിരിക്കും. കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് ആൽഫ ചെയിൻ ആണ്. 4 ഗാമ ചെയിൻസ് ആണെങ്കിൽ നമുക്ക് അതിനെ HB ബാർട്ട് എന്ന് പറയാം കേട്ടോ. അതൊന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്തോളൂ, ചിലപ്പോൾ ഇനി അങ്ങനെ ചോദിക്കാം എക്സാമിൽ. ഓക്കെ, ഇനി അടുത്തത് നമ്മള് ബീറ്റ താലസീമിയയില് നമ്മൾ ഓൾറെഡി പറഞ്ഞു HbA കുറയും, പകരം കാരണം ബീറ്റ ഇല്ലാത്ത ആൾക്കാരാണ് HbF HbA2 അല്ലെ, അതെന്ത് ചെയ്യും, കൂടും ഇൻ ബീറ്റ മേജറിൽ. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ജനറ്റിക് ടെസ്റ്റിംഗ് നമുക്കറിയാം, ഈ ആൽഫ ഗ്ലോബിൻ ചെയിന്റെ ഡിലീഷനോ മ്യൂട്ടേഷനോ കാരണമാണ് ഇത് ഉണ്ടാവുന്നത്. സോ അപ്പൊ നമുക്ക് ജനറ്റിക് ആയിട്ടുള്ള ആ മ്യൂട്ടേഷൻസ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ജനറ്റിക് ടെസ്റ്റിംഗ് എന്താണ് ചെയ്യാം എന്നുള്ളത്. രണ്ടിന്റെ കേസിൽ, ആൽഫന്റെ കേസിലായിക്കോട്ടെ ബീറ്റിന്റെ കേസിലായിക്കോട്ടെ, നമുക്ക് അതിന്റെ ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യാം. പിന്നെ അതിന്റെ മാനേജ്മെന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് മൈൽഡ് ഫോമിന് ട്രീറ്റ്മെന്റ് ഒന്നുമില്ല എന്നുള്ളതാണ്. HbH ഡിസീസസിന് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹൈഡ്രോഫീറ്റാലിസിന്റെ കേസിൽ ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫ്യൂഷനോ അല്ലെങ്കിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷനോ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ബീറ്റ താലസീമിയന്റെ കേസിലാണെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ബീറ്റ മേജറിന്റെ കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു അയൺ കീലേഷൻ തെറാപ്പി, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ, ഹൈഡ്രോക്സി യൂറിയ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ബീറ്റന്റെ കേസിൽ ചെയ്യാം എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൈപ്പർ സെഗ്മെന്റഡ് ന്യൂട്രോഫിൽസ് ഫൗണ്ട് ഇൻ ഓപ്ഷൻ എ iron deficiency anemia, option B acute lymphoblastic anemia, acute lymphoblastic leukemia, option C macrocytic anemia, option D acute myelogenous leukemia. ഈ ഹൈപ്പർ സെഗ്മെന്റഡ് ന്യൂട്രോഫിൽസ് കാണുന്നത് മാക്രോസൈറ്റിക് അനീമിയ. നമ്മൾ ഇതിന്റെ മുന്നേ ഒരു ജസ്റ്റ് അത് നമ്മൾ മെൻഷൻ ചെയ്തു അല്ലെ. മാക്രോസൈറ്റിക് അനീമിയ എന്ന് പറഞ്ഞാൽ എന്താണ്, RBCന്റെ സൈസ് കൂടുതലായിരിക്കും, അതായത് നമ്മുടെ MCV കൂടുതലായിരിക്കും, 100-നേക്കാളും കൂടുതലായിരിക്കും ഈ മാക്രോസൈറ്റിക് അനീമിയന്റെ കേസിൽ. ഈ മാക്രോസൈറ്റിക് അനീമിയനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, മെഗാലോബ്ലാസ്റ്റിക് അനീമിയയും നോൺ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. എന്തിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, മാക്രോസൈറ്റിക് അനീമിയ. ഈ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞാല് ഡിഫക്റ്റീവ് DNA സിന്തസിസ് നമ്മുടെ RBC പ്രൊഡക്ഷനിൽ DNA സിന്തസിസിന് ഡിഫക്റ്റീവ് അല്ലെങ്കിൽ ഹിമോഗ്ലോബിൻ പ്രൊഡക്ഷന്റെ DNA സിന്തസിസിൽ ഡിഫക്റ്റീവ് ആകുന്നതിനെയാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത്. സോ അങ്ങനെ അവിടെ എന്തായിരിക്കും, ലാർജ് ഇമ്മേച്വർ ആയിട്ടുള്ള RBCs കാണും. DNA സിന്തസിസിൽ ഡിഫക്റ്റീവ് ആയിട്ട് ലാർജ് ഇമ്മച്വർ സെൽസ് RBC ആയിരിക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് നമ്മളത് മാക്രോസൈറ്റ് വലിയ RBCs ആയിട്ട് മാറുന്നത്. നോൺ മെഗാലോബ്ലാസ്റ്റിക് അനീമിയയില് എൻലാർജ്മെന്റ് ഓഫ് RBCs വിത്തൗട്ട് DNA സിന്തസിസ് ഡിഫക്റ്റ് ആണ്. അവിടെ മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിൽ എന്താ സംഭവിക്കുന്നത്, DNA സിന്തസിസിലെ ഡിഫക്റ്റീവ് കാരണം ഇമ്മച്വർ ആയിട്ടുള്ള ലാർജ് RBCs ഉണ്ടാവുകയാണ്. എന്നാൽ നോൺ മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിലോ അവിടെ DNA സിന്തസിസിൽ ഡിഫക്റ്റ് ഒന്നുമില്ല, പക്ഷെ RBC എൻലാർജ് ആണ് വേറെ പല കാരണം കൊണ്ട്. ഓക്കെ, ഇനി മെഗാലോബ്ലാസ്റ്റിക് അനീമിയന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതായത് ഡിഫക്റ്റീവ് DNA സിന്തസിസ് കാരണം എന്തൊക്കെയാണ്, ഒന്ന് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, രണ്ടാമത്തേത് ഫോളേറ്റ് ഡെഫിഷ്യൻസി, അതുപോലെ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് മെത്തോട്രെക്സേറ്റ് ഒക്കെ പോലെയുള്ള ഡ്രഗ്സ് കാരണം. അങ്ങനെയാണ് ഈ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ വരുന്നത്. അപ്പോൾ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, ഫോളേറ്റ് ഡെഫിഷ്യൻസി, ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള മെത്തോട്രെക്സേറ്റ് പോലെയുള്ള ഡ്രഗ് കാരണം ഉണ്ടാവുന്ന മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. ഓക്കെ, ഇനി അടുത്തതാണ് നോൺ മെഗാലോബ്ലാസ്റ്റിക് അനീമിയന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്. അവിടെ മാക്രോസൈറ്റിക് അനീമിയ ആയിരിക്കും, ആൽക്കഹോളിസം, ലിവർ ഡിസീസ്,
ഈ ഹൈപ്പോതൈറോയിഡിസം ഒക്കെ കാരണം നമ്മൾ RBCന്റെ സൈസ് വലുതാവാണ്. അവിടെ DNA സിന്തസിസിൽ എന്ത് സംഭവിക്കുന്നില്ല, ഡിഫക്റ്റീവ് ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ മൈലോഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രോം നോട്ട് ചെയ്യാം, പറയാൻ വിട്ടുപോയതാണ്. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ പെരിഫറൽ ബ്ലഡ് സ്മിയർ എങ്ങനെയായിരിക്കും നമുക്കറിയാം. മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിലായിക്കോട്ടെ നോൺ മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിലായിക്കോട്ടെ രണ്ടിലും മാക്രോസൈറ്റ് ആയിരിക്കും അല്ലേ കാണുന്നത്. പക്ഷേ നമ്മളെ മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിലാണ് ഹൈപ്പർ സെഗ്മെന്റഡ് ആയിട്ടുള്ള ന്യൂട്രോഫിൽസ് കാണുന്നത്. ന്യൂട്രോഫിൽസ് എടുക്കുകയാണെങ്കിൽ അതിൽ കുറേ സെഗ്മെന്റഡ് ആയിട്ടുള്ള ന്യൂട്രോഫിൽസ് ആണ് കാണുന്നത്. ഓക്കെ, സാധാരണ 2-3 സെഗ്മെന്റ് ഉള്ളത് പകരം ഹൈപ്പർ സെഗ്മെന്റ് കൂടുതൽ സെഗ്മെന്റ്സ് ഉള്ള ന്യൂട്രോഫിൽ ആയിരിക്കും. പക്ഷെ നമ്മളെ നോൺ മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിലെ മാക്രോസൈറ്റ് ഉണ്ടാവുമെങ്കിലും അതായത് RBC വലിയ സെല്ലാണെങ്കിലും ന്യൂട്രോഫിൽസിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഹൈപ്പർ സെഗ്മെന്റഡ് ആയിട്ടുള്ള ന്യൂട്രോഫിൽസിൽ നോൺ മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിൽ കാണില്ല. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിലാണ് ഹൈപ്പർ സെഗ്മെന്റഡ് ന്യൂട്രോഫിൽസ് കാണുന്നത്. ഇനി നമുക്ക് ഈ MCV അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നോക്കാം. മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിലും നോൺ മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിലും എന്തായാലും മാക്രോസൈറ്റ് ആയതുകൊണ്ട് MCV കൂടുതലായിരിക്കും. 100 ഫെംറ്റോലിറ്ററിനേക്കാളും കൂടുതലായിരിക്കും MCV എന്ന് പറയുന്നത്. എന്നാൽ റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് എന്ന് പറയുന്നത് ലോ ഓർ നോർമൽ ആയിരിക്കും. കാരണം ബോൺ മാരോ കോമ്പൻസേറ്റ് ചെയ്യൊന്നുമില്ല, അതുകൊണ്ട് തന്നെ റെറ്റിക്കുലോസൈറ്റ് കൂടുകയൊന്നുമില്ല. സോ റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് നോൺ മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിലും മേ ബി നോർമൽ ഓർ ലോ. അതായത് എന്താണ്, റെറ്റിക്കുലോസൈറ്റ് കൗണ്ടിൽ വലിയ വ്യത്യാസം കൂടുന്ന കേസൊന്നും ഈ രണ്ട് കേസിലും വരുന്നില്ല. നോർമലോ അല്ലെങ്കിൽ കുറയുന്ന കേസാണ് ഈ രണ്ട് കേസിലും വരുന്നത്. ഇനി ബോൺ മാരോ ഫൈൻഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഹൈപ്പർ സെല്ലുലാർ ബോൺ മാരോ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഹൈപ്പർ സെല്ലുലാർ വിത്ത് മെഗാലോബ്ലാസ്റ്റ്, ഹൈപ്പർ സെല്ലുലാരിറ്റി കൂടുതലായിരിക്കും, നിറയെ മെഗാലോബ്ലാസ്റ്റ് ആയിരിക്കും. കാരണം അവിടെ DNA സിന്തസിസിൽ ഡിഫക്റ്റീവ് ഉള്ളത് കൊണ്ട് എന്തായിരിക്കും, വലിയ ഇമ്മച്ചുവർ ആയിട്ടുള്ള RBCs കാണാൻ പറ്റും ബോൺ മാരോയിൽ. എന്നാൽ നമ്മുടെ നോൺ മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിൽ നോർമൽ ആയിരിക്കും, ബോൺ മാരോ ഫൈൻഡിങ് നോർമൽ ആയിരിക്കും. ജസ്റ്റ് മൈൽഡ്ലി ഓൾട്ടേർഡ് ആയിട്ടുള്ള മോർഫോളജി ഓൾട്ടറേഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് ഓൾമോസ്റ്റ് എന്ത് പറയാം, നോർമൽ ആയിരിക്കും നോൺ മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിൽ എന്ന് പറയാം. സെറം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയോ ഫോളേറ്റ് ഡെഫിഷ്യൻസിയോ ഉള്ളത് കൊണ്ട് ഒന്നുകിൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയിൽ വൈറ്റമിൻ B12 കുറവായിരിക്കും, ഫോളേറ്റ് ഡെഫിഷ്യൻസി അനീമിയയിൽ ഫോളേറ്റിന്റെ അളവും കുറവായിരിക്കും. പക്ഷേ നോൺ മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിൽ ഇത് രണ്ടും നോർമൽ ആയിരിക്കും എന്നുള്ളതാണ്. ഈ അഡീഷണൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഹോമോസിസ്റ്റീന്റെ അതുപോലെ തന്നെ മീഥൈൽ മലോണിക് ആസിഡും എലിവേറ്റ് ചെയ്യും കേട്ടോ. അത് രണ്ടും നോട്ട് ചെയ്ത് വെച്ചോളൂ. ഹോമോസിസ്റ്റീനും മീഥൈൽ മലോണിക് ആസിഡ് MMAയും എലിവേറ്റ് ചെയ്യും. പക്ഷെ ഇത് രണ്ടും നോർമൽ ആയിരിക്കും നോൺ മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിൽ എന്നുള്ളതാണ്. ട്രീറ്റ്മെന്റ് എന്നായിട്ട് നമുക്ക് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി അനീമിയയിൽ വൈറ്റമിൻ B12 ഫോളേറ്റ് ഡെഫിഷ്യൻസി അവൈലവേറ്റ് ഫോളേറ്റും കൊടുക്കാം. എന്നാൽ നോൺ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ നമ്മൾ ആൽക്കഹോളിസം ലിവർ ഡിസീസ് ഒക്കെ ആണല്ലോ, സോ അതിന്റെ അണ്ടർലൈൻ കോസ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നോൺ മെഗാലോബ്ലാസ്റ്റിക് അനീമിയന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് മാക്രോസൈറ്റിക് അനീമിയയിൽ മെഗാലോബ്ലാസ്റ്റിക് ആൻഡ് നോൺ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്നുള്ളതിൽ പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A patient with anemia of chronic disease is most likely to have which set of laboratory tests? Option A, MCV decreased, serum iron decreased, serum ferritin decreased, TIBC and percentage of saturation decreased. Option B, MCV normal, serum iron increased, serum ferritin decreased, TIBC and percentage saturation decreased. Option C, MCV normal, serum iron decreased, serum ferritin decreased, TIBC and percentage saturation decreased. Option D, MCV decreased, serum iron increased, serum ferritin increased, TIBC and percentage saturation increased. മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയില്ലേ? നമുക്ക് നോക്കാം, കറക്റ്റ് ആൻസർ നോക്കാം, എന്നിട്ട് ഇതിലേക്ക് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ആൻസറിലേക്ക് എത്തിയ നോക്കാം. കറക്റ്റ് ആൻസർ എങ്ങനെയാണ്? MCV is normal,
serum iron decreased, serum ferritin is increased. അതുപോലെ തന്നെ TIBC and percentage saturation is decreased. ഏതായിരുന്നു നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? അനീമിയ ഓഫ് ക്രോണിക് ഡിസീസിന്റെ കേസിൽ എങ്ങനെയാണ് ഇതെല്ലാം വരുന്നതെന്നാണ്. ഓക്കെ, നമുക്ക് ഇതിന് മുന്നേ ആയിട്ട് എന്താണ് ഈ MCV അതുപോലെ തന്നെ സെറം അയേണും കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് അനീമിയയിലും ഈ അയേണും ഫെറിറ്റിനും TIBCയും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ അയൺ ഡെഫിഷ്യൻസി അനീമിയ. അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ ബ്ലഡ് പിക്ചറും CBC ആണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ മൈക്രോസൈറ്റിക് ആയിട്ടുള്ള RBCs ആയിരിക്കും, അതേപോലെ ഹൈപ്പോക്രോമിക് ആയിട്ടുള്ള RBCs ആയിരിക്കും. മൈക്രോസൈറ്റിക് എന്ന് പറഞ്ഞാൽ RBC ചെറുതായിരിക്കും, ഹൈപ്പോക്രോമിക് എന്ന് പറഞ്ഞാൽ RBCന്റെ കളറ് കുറവായിരിക്കും. അതുപോലെ തന്നെ HB നമുക്ക് കുറവായിരിക്കും, HCT ഓർ PCV അതും കുറവായിരിക്കും. പെൻസിൽ ഷേപ്പ്ഡ് RBCs നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ കീ ആയിട്ട് കുറച്ച് ലാബ് ഫൈൻഡിങ്സ് ഉണ്ട്. അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ എന്തായാലും സെറം അയൺ കുറവായിരിക്കല്ലോ. അയൺ കുറവായതുകൊണ്ടാണ് നമ്മൾ അതിനെ അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന് പറയുന്നത്. ഈ അയൺ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഫെറിറ്റിനും കുറവായിരിക്കും. അയണിന്റെ സ്റ്റോറേജ് ഫോമിനെയാണ് നമ്മൾ ഫെറിറ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ അയൺ ഡെഫിഷ്യന്റ് ആണ്, അതിന്റെ സ്റ്റോറേജ് ഫോം ആയിട്ടുള്ള ഫെറിറ്റിനും കുറവാണ്. ഓക്കെ, ഇനി അയണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പ്രോട്ടീൻ ആണ് ഈ ട്രാൻസ്ഫെറിൻ എന്ന് പറയുന്നത്. ആ ട്രാൻസ്ഫെറിന്റെ നമ്മളുടെ അയണ് കുറവായതുകൊണ്ട് ഉള്ള അയണിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫെറിറ്റിൻ കൂടുതലായിട്ട് ലിവർ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ട്രാൻസ്ഫെറിന് ഈ അയണുമായിട്ട് എന്ത് ചെയ്യും? കൂടുതലായിട്ട് ബൈൻഡ് ചെയ്തിട്ട് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി, ടോട്ടൽ അയൺ ബൈൻഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി ഓഫ് അയൺ ടു ബൈൻഡ് ട്രാൻസ്ഫർ. അപ്പോൾ ബ്ലഡിലുള്ള അയണ് ട്രാൻസ്ഫറിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന ഒരു കപ്പാസിറ്റി ഇല്ലേ, അതിനെയാണ് ടോട്ടൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അയൺ കുറവായതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ട്രാൻസ്ഫറിൻ വന്നിട്ട് ഈ അയണുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് അയണിനെ ട്രാൻസ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് അയൺ ബൈൻഡിങ് കപ്പാസിറ്റി, ടോട്ടൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി എന്തായിരിക്കും? കൂടും. അപ്പോൾ അയണ് കുറയുമ്പം ടോട്ടൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതുകൊണ്ട് ട്രാൻസ്ഫറിന്റെ സാച്ചുറേഷൻസ് കുറയുകയും ചെയ്യും. അയൺ കുറയുന്ന സമയത്ത് ഈ ട്രാൻസ്ഫറിന്റെ സാച്ചുറേഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും എന്നുള്ളത് എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. അയൺ സാച്ചുറേഷൻ ട്രാൻസ്ഫറിൻ സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ദ പെർസെൻറ്റേജ് ഓഫ് ട്രാൻസ്ഫറിൻ ദാറ്റ് ബൗണ്ട് ടു ദ അയൺ എന്ന് പറയുന്നതാണ് ട്രാൻസ്ഫറിൻ സാച്ചുറേഷൻ എന്ന് പറയുന്നത്. ശരിക്കും അയൺ കുറയുമ്പോൾ ട്രാൻസ്ഫറിൻ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ ട്രാൻസ്ഫറിൻ ടോട്ടൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി കൂടും, ട്രാൻസ്ഫറിന്റെ സാച്ചുറേഷൻ എന്ത് ചെയ്യും? കുറയും എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കും. ഇവിടെ റെട്ടിക്കുലോസൈറ്റ് കുറവായിരിക്കും. കാരണം എന്താ വെച്ചാൽ അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ അവിടെ അയൺ ഇല്ലാത്തത് കൊണ്ട് മര്യാദയ്ക്ക് പ്രൊഡക്ഷൻ നടക്കുന്നില്ല അല്ലെ. അതുകൊണ്ട് തന്നെ റെട്ടിക്കുലോസൈറ്റിന്റെ കൗണ്ട് കുറവായിരിക്കും. റെട്ടിക്കുലോസൈറ്റ് കൂടണമെങ്കിൽ ഡിസ്ട്രക്ഷൻ നടക്കുമ്പോഴാണ് റെട്ടിക്കുലോസൈറ്റ് കൂടുന്നത്. അതും നോട്ട് ചെയ്ത് വെക്കുക. അതാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ പറയാനുള്ളത്. അയൺ കുറയും, അയൺ കുറയുന്നത് കൊണ്ട് തന്നെ ട്രാൻസ്ഫറിൻ കൂടുതലായിട്ട് വരും. ഈ ട്രാൻസ്ഫറിൻ നമ്മൾ അയണുമായിട്ട് ബൈൻഡ് ചെയ്യും. അതുകൊണ്ട് ടോട്ടൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് ട്രാൻസ്ഫറിന്റെ പെർസെൻറ്റേജ് ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുന്നത് കുറയുകയും ചെയ്യും. ഓക്കെ, ഇനി മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിൽ നമുക്കറിയാം വൈറ്റമിൻ B12 ഫോളേറ്റ് ഡെഫിഷ്യൻസി കാരണമാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ വരുന്നത്. അതുകൊണ്ട് തന്നെ മാക്രോസൈറ്റിക് ആയിട്ടുള്ള RBC ആയിരിക്കും. അനീമിയ ആയതുകൊണ്ട് തന്നെ HB കുറയും, HCT
അതുപോലെ ഓവൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള RBCs നമുക്ക് കാണാൻ പറ്റും. മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ആയിരുന്നു നമ്മൾ പറഞ്ഞത് ഹൈപ്പർ സെഗ്മെന്റഡ് ആയിട്ടുള്ള ന്യൂട്രോഫിൽസ് എന്നുള്ളത്. സോ എന്നാൽ നമുക്ക് ലാബ് ഫൈൻഡിങ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് വൈറ്റമിൻ B12 കുറയും എന്നുള്ളത്. കാരണം അതിന്റെ ഡെഫിഷ്യൻസി കാരണമാണല്ലോ ഇത് വരുന്നത്. അതുപോലെ ഫോളേറ്റ് ഡെഫിഷ്യൻസി അനീമിയയിൽ ഫോളേറ്റ് കുറയും എന്നുള്ളത്, ഫോളിക് ആസിഡ് കുറയും. പിന്നെ വരുന്നത് ഈ വൈറ്റമിൻ B12 MMA എന്നുള്ളത് കുറയും എന്നുള്ളത്. കാരണം ഈ MMA കോയെ സക്സീനൽ കോയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ ഈ വൈറ്റമിൻ B12 കോഫാക്ടർ ആവശ്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഈ MMA എന്ത് ചെയ്യുന്നുണ്ട്, എലിവേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ വൈറ്റമിൻ B12 ഉണ്ടെങ്കിലാണ് ഈ MMA എന്തായിട്ട് മാറുള്ളൂ, ഈ സക്സീനൽ കോയായിട്ട് മാറുള്ളൂ. ഈ MMA എന്ന് പറഞ്ഞാൽ എന്താണ്, മീഥൈൽ മലോണൈൽ കോയാണ് MMA എന്ന് പറയുന്നത്. സോ ഈ മീഥൈൽ മലോണൈൽ കോയെ സക്സീനൽ കോയ ആകണമെങ്കിൽ ഈ വൈറ്റമിൻ B12 ആവശ്യമാണ്. സോ വൈറ്റമിൻ B12 ഇല്ലെങ്കിൽ ഈ മീഥൈൽ മലോണൈൽ കോയ അക്യുമുലേറ്റ് ചെയ്യില്ലേ. അങ്ങനെയാണ് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയിലെ MMA കൂടുന്നത്. എന്നാൽ ഹോമോസിസ്റ്റീന് രണ്ടിലും കൂടും, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയിലും കൂടും, അതുപോലെ തന്നെ നമ്മൾ ഫോളേറ്റ് ഡെഫിഷ്യൻസിയിൽ രണ്ടിന്റെ കേസിലും ഇതെന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട് എന്നുള്ളത്. റെറ്റിക്കുലോസൈറ്റും കുറവായിരിക്കും. ഇത് രണ്ടും നമ്മൾ RBC പ്രൊഡക്ഷനെ എഫക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് കുറവായിരിക്കും എന്നുള്ളതും അയൺ ഡെഫിഷ്യൻസി അനീമിയയിലും മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിലും നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ് ആണ്. ഇനി ഹീമോലൈറ്റിക് അനീമിയയിൽ എന്ന് പറഞ്ഞാൽ റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് കൂടുന്നുണ്ട്. റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. അതുപോലെ തന്നെ റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് ഉള്ളത് കൊണ്ട് നമുക്ക് പോളിക്രോമോഷ്യ കാണാൻ പറ്റും, ഷിസ്റ്റോസൈറ്റ്, ഫ്രാഗ്മെന്റഡ് സെൽസ് ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കറിയാം ഹീമോലൈറ്റിക് അനീമിയയിൽ RBC ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബിലിറുബിൻ കൂടുതലായിട്ടുണ്ടാവും. ഏത് ബിലിറുബിനാണ് ഉണ്ടാവുന്നത്, ഇൻഡയറക്റ്റ് ബിലിറുബിൻ ഓർ അൺകോൺജുഗേറ്റഡ് ആയിട്ടുള്ള ബിലിറുബിന്റെ ലെവല് ബ്ലഡിൽ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഹീമോലൈസിസ് കാരണം LDHന്റെ ലെവല് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഹാപ്റ്റോഗ്ലോബിൻ എന്ന് പറഞ്ഞാല് ശരിക്കും ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അത് ഫ്രീ ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ ആയിട്ട് ബൈൻഡ് ചെയ്യും. സോ ഈ ഫ്രീ ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ ആയിട്ട് ബൈൻഡ് ചെയ്യുന്നത് കൊണ്ട് ഈ ഹാപ്റ്റോഗ്ലോബിന്റെ ലെവൽ കുറയും. ഹാപ്റ്റോഗ്ലോബിൻ ഫ്രീ ആയിട്ട് കിടക്കാണ്. സോ അത് ഈ RBC ലൈസിസ് കാരണം റിലീസ് ചെയ്യുന്ന ഹീമോഗ്ലോബിൻ ഉണ്ടാവുമല്ലോ, അതുമായിട്ട് ബൈൻഡ് ചെയ്യും. സോ അങ്ങനെ ഹാപ്റ്റോഗ്ലോബിന്റെ ലെവൽ നമുക്ക് ലോ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് കൂം ടെസ്റ്റ് ഇല്ലേ, ആന്റിഗ്ലോബുലിൻ ടെസ്റ്റ്, ആ ആന്റിഗ്ലോബുലിൻ ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും ഈ ഓട്ടോ ഇമ്മ്യൂൺ ഹീമോലൈറ്റിക് അനീമിയന്റെ കേസിൽ. ഈ ഒരു കൂം ടെസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളതും കൂടി നമുക്ക് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ. ഹാപ്റ്റോഗ്ലോബുലിൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അതൊരു എന്താണ്, ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീനാണ്. സോ അത് നമ്മൾ ഹീമോഗ്ലോബിനായിട്ട് ബൈൻഡ് ചെയ്യുന്നത് കൊണ്ട് ഹാപ്റ്റോഗ്ലോബുലിൻ ഹീമോഗ്ലോബിൻ കോംപ്ലക്സ് ആയിട്ട് മാറും. സോ അപ്പോൾ നമുക്ക് ഹാപ്റ്റോഗ്ലോബിന്റെ ലെവൽ നോക്കുന്ന സമയത്ത് ഹാപ്റ്റോഗ്ലോബിന്റെ ലെവൽ കുറയും, കാരണം അത് ഹീമോഗ്ലോബിനായിട്ട് ബൈൻഡ് ചെയ്ത് പോയി. സോ അങ്ങനെയാണ് ഹാപ്റ്റോഗ്ലോബിൻ കുറയുന്നത്. പിന്നെ നമ്മൾ ഓട്ടോഇമ്മ്യൂൺ ഹീമോലൈറ്റിക് അനീമിയന്റെ കേസിലാണെങ്കിൽ നമുക്ക് കൂം ടെസ്റ്റ് ഓർ ആന്റിഗ്ലോബുലിൻ ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ യൂറിനിലെ ഹീമോസിഡറൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. നെക്സ്റ്റ് താലസീമിയന്റെ കേസിൽ നേരത്തെ നമ്മൾ പറഞ്ഞു മൈക്രോസൈറ്റിക് ഹൈപ്പറോക്രോമിക് ആയിട്ടുള്ള RBC ആയിരുന്നു. HB കുറയും. അതുപോലെ HCT, ടാർഗറ്റ് സെൽസ് നമുക്ക് കാണാൻ പറ്റും, ബേസോഫിലിക് സ്റ്റിപ്ലിങ്സ് കാണാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ നമുക്ക് ബീറ്റാ താലസ്മീസിന്റെ കേസിലാണെങ്കിൽ, നമ്മൾ മേജറിന്റെ കേസിലൊക്കെ ആണെങ്കിൽ HbA2ഉം HbFും കാണാൻ പറ്റും എന്ന് പറഞ്ഞു. പിന്നെ ആൽഫ താലസീമിയന്റെ കേസിലാണെങ്കിൽ നമുക്ക് രണ്ടിന്റെ കേസിലായിരിക്കും HbA കുറയും. അതുപോലെ HB ബാർട്ട് നമുക്ക് ചിലപ്പം കാണാൻ പറ്റും, HB ബാർട്ട് ഡിസീസിന്റെ കേസിലൊക്കെ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താണ്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല.
നമ്മൾ അവിടെ നോക്കിയതാണ്. പക്ഷെ അയൺ സ്റ്റഡീസ് ഒക്കെ നോർമൽ ആയിരിക്കും. അല്ലെങ്കിൽ ഈ ഫെറിറ്റിൻ എലിവേറ്റ് ചെയ്യും ഇഫ് നോ കോ എക്സിസ്റ്റന്റ് അയൺ ഡെഫിഷ്യൻസി. അയൺ ഡെഫിഷ്യൻസി ഇല്ല എങ്കിൽ ഫെറിറ്റിൻ ലെവല് എന്ത് ചെയ്യുന്നുണ്ട്, എലിവേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. കാരണം അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഫെറിറ്റിന്റെ ലെവൽ ഓൾറെഡി കുറയും. ഓക്കെ, അയൺ ഡെഫിഷ്യൻസി ഇല്ലെങ്കിൽ ഫെറിറ്റിന്റെ ലെവൽ എലിവേറ്റ് ചെയ്യുന്നുള്ളതും കൂടി താലസീമിയയുടെ കേസിൽ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് സിക്കിൾ സെൽ ഡിസീസ്. സിക്കിൾ സെൽ ഡിസീസിൽ നോർമോസൈറ്റിക് അല്ലെങ്കിൽ മൈക്രോസൈറ്റിക് RBC ആണ്. HB മേ ബി നോർമൽ ഓർ ലോ ആയിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ സിക്കിൾ സെൽ ഷേപ്പഡ് ആയിട്ടുള്ള RBC, നമ്മൾ സിക്കിളിംഗ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സിക്കിൾ ഷേപ്പഡ് ആയിട്ടുള്ള RBC കാണാൻ പറ്റും. പിന്നെ ഹവൽ ജോളി ബോഡീസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇലക്ട്രോഫോറസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് HBS പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പിന്നെ സിക്കിൾ സെൽ ഡിസീസിൽ റെറ്റിക്കുലോസൈറ്റ് ഉണ്ടാവുന്നുണ്ട്, കൗണ്ട് കൂടുന്നുണ്ട്, RBC ലൈസിസ് സംഭവിക്കുന്നുണ്ട്, ബിലിറുബിൻ എലിവേറ്റ് ചെയ്യുന്നുണ്ട്, LDH എലിവേറ്റ് ചെയ്യും. കാരണം ഹിമോളൈസിസിന്റെ കേസിലായിരുന്നു ബിലിറുബിനെ LDH എലിവേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ റെറ്റിക്കുലോസൈറ്റ് കൗണ്ടും ബിലിറുബിനും LDH എലിവേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ്. അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ് ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അവിടെ നോർമോസൈറ്റിക് അല്ലെങ്കിൽ മൈക്രോസൈറ്റിക് RBCs ആണ് വരുന്നത്. HCT ലോ ആയിരിക്കും. നോർമോസൈറ്റിക് RBC വിത്ത് സ്ലൈറ്റ് ഡിക്രീസ് ഇൻ സൈസ് ആണ് ശരിക്കും വരുന്നത്. സെറം അയണ് ലോ ആണ് വരുന്നത്. സെറം അയണും ലോ ആണ്. ലോ ടോട്ടൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി ആണ് വരുന്നത്. നോർമൽ ഓർ എലിവേറ്റഡ് ആയിട്ടുള്ള ഫെറിറ്റിനും ആണ് വരുന്നത്. റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് നോർമൽ ഓർ ലോ ആയിരിക്കും വരുന്നത്. എങ്ങനെയാണ്? അയണും കുറയും, TIBCയും കുറയും, ഫെറിറ്റിൻ എലിവേറ്റഡ് ഓർ നോർമൽ ആണ് വരുന്നത്. നമ്മളുടെ അയണ് കുറഞ്ഞു, ഫെറിറ്റിൻ കൂടി, TIBC ഓർ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അത് നമ്മളിവിടെ നോക്കി എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ക്രോണിക് ഡിസീസസിൽ ഈ ഒരു എന്താണ് നമ്മൾ അയണിന്റെ ലെവലൊക്കെ ഈ ഒരു റിസൾട്ട് കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് ക്രോണിക് ഇൻഫ്ലമേഷൻസ് ഉണ്ടാവുന്ന സമയത്ത് ഈ മാക്രോഫേജസ് അയണിനെ എന്ത് ചെയ്യും? മാക്രോഫേജസ് അയണിനെ ടേക്കണപ്പ് ചെയ്യുന്നതുകൊണ്ട് പ്ലാസ്മയിൽ അയൺ അവൈലബിൾ ആയിരിക്കില്ല. സോ അതുപോലെ തന്നെ നമ്മൾ ട്രാൻസ്ഫെറിൻ, നമുക്കറിയാം ട്രാൻസ്ഫെറിൻ ആണ് ഇതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അയണിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഈ ട്രാൻസ്ഫെറിൻ ഇൻഫ്ലമേഷൻസ് കാരണം ലിവർ ട്രാൻസ്ഫെറിന്റെ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യും. അതായത് ട്രാൻസ്ഫെറിൻ മര്യാദയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അയൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ അയണിന്റെ സാച്ചുറേഷനും കുറയും, അതായത് ട്രാൻസ്ഫെറിന്റെ സാച്ചുറേഷനും കുറയും, ടോട്ടൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി കുറയാണ് ചെയ്യുന്നത്. നമ്മൾ അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി കൂടുമായിരുന്നു ചെയ്യുന്നത്, കൂടുതലായിട്ട് ട്രാൻസ്ഫെറിൻ ഉള്ളത് കൊണ്ട്. പക്ഷെ ഇവിടെ എന്താണ്, ടോട്ടൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി കുറയാണ് ചെയ്യുന്നത്. പിന്നെ ഫെറിറ്റിന്റെ ലെവൽ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. അയണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്, അല്ലെങ്കിൽ നോർമൽ ഓർ ഇൻക്രീസ് ആവുന്നുണ്ട് എന്നുള്ളതും കൂടി നോട്ട് ചെയ്ത് വെക്കുക. റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് ലോ ഓർ നോർമൽ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി അപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞത് ബോൺ മാരോ അപ്ലേഷ്യാണ്. മര്യാദയ്ക്ക് ഒരു RBC WBC ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പാൻസൈറ്റോപീനിയ, RBC WBC പ്ലേറ്റ്ലെറ്റ് എല്ലാത്തിന്റെ പ്രൊഡക്ഷനും ബോൺ മാരോ ഫെയിൽ ആവുകയാണ് അല്ലെ. സോ അതുകൊണ്ട് തന്നെ പാൻസൈറ്റോപീനിയ എല്ലാ സെൽസും കുറയും. പിന്നെ ഹൈപ്പോസെല്ലുലാർ ആയിട്ടുള്ള ബോൺ മാരോയിൽ മൊത്തത്തിൽ എടുക്കുമ്പോൾ മൊത്തത്തിൽ സെൽസ് കുറവായിരിക്കും. അബ്നോർമൽ മോർഫോളജി അല്ല, സെൽ കൗണ്ട് മൊത്തത്തിൽ കുറവായിരിക്കും. റെറ്റിക്കുലോസൈറ്റ് കുറവായിരിക്കും. അതുപോലെ ബോൺ മാരോ ബയോപ്സിയിലും ഹൈപ്പോസെല്ലുലർ മൊത്തത്തിൽ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ബോൺ മാരോ. അതാണ് അപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത്. ഇവിടെ RBC മാത്രമല്ല WBCയും പ്ലേറ്റ്ലെറ്റ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് valine for glutamic acid in position of 6 of the beta globin chain of hemoglobin goes option A aplastic anemia, option B leukemia, option C sickle cell anemia, option D thalassemia. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സിക്കിൾ സെൽ അനീമിയ ആണ്. അതായത് നമ്മളുടെ ഹീമോഗ്ലോബിന്റെ ബീറ്റ ചെയിൻസിൽ
സിക്സ്ത് പൊസിഷനിലെ ഗ്ലൂട്ടാമിക് ആസിഡിനെ റീപ്ലേസ് ചെയ്ത് വലൈൻ വരുന്ന ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. സോ നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അനീമിയന്റെ കറക്റ്റ് കോസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ അയൺ ഡെഫിഷ്യൻസി അനീമിയ. അയൺ ഡെഫിഷ്യൻസി അനീമിയ നമുക്ക് അറിയാം ഡിക്രീസ്ഡ് അയൺ, ഇപ്പോൾ മാലബ്സോർപ്ഷൻസ് കാരണോ അല്ലെങ്കിൽ നമുക്ക് ബ്ലഡ് ലോസ് കാരണോ പല കാരണം കൊണ്ട് അയൺ ഡെഫിഷ്യന്റ് ആയിട്ട് വരുന്ന അനീമിയനാണ് നമ്മൾ അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന് പറയുന്നത്. സോ അവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ ഫീച്ചേഴ്സും കൂടി നോക്കാം. മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് ആയിരിക്കും, അതുപോലെ ലോ അയണും ഫെറിറ്റിനും ആയിരിക്കും, പക്ഷെ TIBC ഹൈ ആയിരിക്കും. അയണിന്റെ സാച്ചുറേഷൻ എന്ത് ചെയ്യും, കുറയും, ട്രാൻസ്ഫറിങ് സാച്ചുറേഷൻ കുറയും എന്നുള്ളത് ആണ് നമ്മൾ അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ട്. പിന്നെ അടുത്തത് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. അതിന്റെ കാരണങ്ങൾ എന്തായിരുന്നു? വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയോ ഫോളേറ്റിന്റെ ഡെഫിഷ്യൻസിയോ. പക്ഷെ അവിടെ ഉണ്ടാവുന്നത് മാക്രോസൈറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ഹൈപ്പർ സെഗ്മെന്റഡ് ആയിട്ടുള്ള ന്യൂട്രോഫിൽസ് ആയിരിക്കും. വൈറ്റമിൻ B12 പകരം ന്യൂറോളജിക്കൽ ആയിട്ടുള്ള പല സൈൻസും സിംറ്റംസും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ സിക്കിൾ സെൽ അനീമിയ, അത് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. നമ്മൾ ബീറ്റാ ഗ്ലോബുലിൻ ചെയിനിൽ ഗ്ലൂട്ടാമിക് ആസിഡിനെ റീപ്ലേസ് ചെയ്ത് വലൈൻ വരും, സിക്സ്ത് പൊസിഷനിൽ വലൈൻ വരുന്നതിനെയാണ് നമ്മൾ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. നമുക്കവിടെ HbS ഇലക്ട്രോഫോറസിസ് ചെയ്ത് കഴിഞ്ഞാൽ HbS കാണാൻ പറ്റും, സിക്കിൾ സെൽസ് കാണാൻ പറ്റും, അതുപോലെ ഹീമോളൈസിസ് കാണാൻ പറ്റും, വാസോ ഒക്ലൂസീവ് ക്രൈസിസ് കാണാൻ പറ്റും. ഇതൊക്കെ നമുക്ക് സിക്കിൾ സെൽ അനീമിയന്റെ സിംറ്റംസ് ആവും. സോ നെക്സ്റ്റ് ബീറ്റാ താലസീമിയ. ബീറ്റാ താലസീമിയയിൽ നമുക്കറിയാം ബീറ്റാ ഗ്ലോബിൻ സിന്തസിസ് റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബീറ്റാ താലസീമിയ എന്ന് പറയുന്നത്. അവിടെ മൈക്രോസൈറ്റിക് ആയിരിക്കും, അതുപോലെ ടാർഗറ്റ് സെൽസ് കാണാം, HbA2 HbF ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ആൽഫ താലസീമിയയുടെ കേസിലാണെങ്കിൽ ആൽഫ ജീൻസിൽ വരുന്ന ഡിലീഷൻസ് കാരണമാണ് ആൽഫ താലസീമിയ വരുന്നത്. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കില്ലേ, അത് HB സൈലന്റ് ഉണ്ട്, 2 ജീൻസ് ആണെങ്കിൽ HB മൈനർ എന്ന് പറയാം, ആൽഫ താലസീമിയ മൈനർ എന്ന് പറയാം, HbH 3 ജീൻസ് ഡിലീറ്റ് ആവുന്നുണ്ട്. ഹൈഡ്രോഫീറ്റാലിസിന്റെ കേസിൽ 4 ജീൻസ് അല്ലെങ്കിൽ HB ബാർട്ട് എന്ന് പറയാം അല്ലെ, 4 ജീൻസ് അവിടെ ഡിലീറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് അതും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കണം. പിന്നെ അപ്ലാസ്റ്റിക് അനീമിയയിലാണെങ്കിൽ ബോൺ മാരോ ഫെയിലിയർ ആണ്. ഇപ്പോൾ വൈറസസ് കാരണോ അല്ലെങ്കിൽ ഡ്രഗ്സ് കാരണോ റേഡിയേഷൻസ് കാരണോ മൊത്തത്തിൽ ബോൺ മാരോ ഫെയിൽ ആയിട്ട് ഒരു RBCനെ WBCനെയും പ്ലേറ്റ്ലെറ്റിനെയും ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ പാൻസൈറ്റോപീനിയ മൊത്തത്തിൽ സെൽസിന്റെ ഡിപ്ലീഷൻസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പിന്നെ G6PD ഡെഫിഷ്യൻസിന്റെ കേസിലാണെങ്കിൽ അതൊരു എക്സ് ലിങ്ക്ഡ് എൻസൈം ഡിഫക്റ്റ് ആണ്. ഓക്സിഡേറ്റീവ് ഡാമേജ് നമുക്കിവിടെ പ്രൈമറി കോസ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. സോ നെക്സ്റ്റ് G6PD ഡെഫിഷ്യൻസിയിൽ ഹിമോലൈറ്റിക് അനീമിയ ഉണ്ടാവും, അതുപോലെ ഹെയിൻസ് ബോഡീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും എന്നുള്ളതാണ് G6PD ഡെഫിഷ്യൻസിന്റെ കേസ്. നെക്സ്റ്റ് ഹെറിഡിറ്ററി സ്പീറോസൈറ്റോസിസ്. ഹെറിഡിറ്ററി സ്പീറോസൈറ്റോസിസ് എന്ന് പറയുന്നത് ഒരു മെംബ്രെയിൻ ഡിഫക്റ്റ് ആണ് കേട്ടോ. ഹെറിഡിറ്ററി സ്പീറോസൈറ്റോസിസ് എന്ന് പറയുന്നത് സ്പെക്ട്രിൻ ഓർ ആങ്കൈറിൻ ഡിഫക്റ്റ് ആണ്, അതായത് മെംബ്രെയിൻ ഇൻസ്റ്റെബിലിറ്റി ആണ് ഹെറിഡിറ്ററി സ്പീറോസൈറ്റോസിസിൽ ഉണ്ടാവുന്നത്. സോ അപ്പോൾ നമുക്ക് സ്പീറോസൈറ്റ്സ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. അവിടെ ഉണ്ടാവുന്ന സെൽസ് എന്ന് പറയുന്നത് സ്പീറോസൈറ്റ്, സൈസ് വലിയ സ്പെറിക്കൽ ആയിട്ടുള്ള സെൽസ് ആയിരിക്കും. അവിടെ MCHC ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്പീറോസൈറ്റോസിസിൽ നമുക്ക് പഠിക്കാനുള്ളത് MCHC ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ്. ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. MCHC കൂടുന്ന കണ്ടീഷൻ ഏതാണ്? ഹെറിഡിറ്ററി സ്പീറോസൈറ്റോസിസിന്റെ കേസിൽ MCHC കൂടും. അതുപോലെ ഓസ്മോട്ടിക് ഫ്രെജിലിറ്റി എന്നുള്ളതും നമുക്ക് ഇൻക്രീസ് ചെയ്യുന്ന കേസാണ് ഹെറിഡിറ്ററി സ്പീറോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ തിയറിറ്റിക്കൽ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഓരോന്നിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇത് ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്താൽ തന്നെ മനസ്സിലാവും. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമുക്ക് ആമസോൺ കിൻഡിലും നിങ്ങൾക്ക് ബുക്ക് ആയിട്ട് അവൈലബിൾ ആണ്. അതായത് ബുക്കായിട്ട് നിങ്ങൾക്ക് വീട്ടിലെത്തും എന്നല്ല പറയുന്നത്, ബുക്ക് ആയിട്ട് നമുക്ക് ഒരു ക്വിക്ക് റിവ്യൂസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കിൻഡിൽ ആപ്പ് വഴി റീഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഹീമോലൈറ്റിക് അനീമിയ എന്ന് പറയുമ്പോൾ നമ്മളുടെ RBCസിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളുടെ ബോഡിയിൽ തന്നെ ആന്റിബോഡീസ് ഉണ്ടാവുകയാണ്.
അതിനെയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഹീമോളൈറ്റിക് അനീമിയ എന്ന് പറയുന്നത്. അപ്പോൾ RBCനെതിരെ നമ്മളുടെ ബോഡിയിൽ ആന്റിബോഡി ഉണ്ടായി കഴിഞ്ഞാൽ അത് RBCനെ ഡിസ്ട്രക്ട് ചെയ്യും, എന്നിട്ട് ഹീമോളൈസിസ് ഉണ്ടാവും. അത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കൂം ടെസ്റ്റ്, ഡയറക്റ്റ് കൂം ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ സ്പീറോസൈറ്റ്സ് കാണാൻ പറ്റും ഈ ഓട്ടോ ഇമ്മ്യൂൺ ഹീമോളൈറ്റിക് അനീമിയയിൽ. അതുപോലെ ഹീമോളൈസിസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ PNH, പെറോക്സിസോമൽ നക്ടേണൽ ഹീമോഗ്ലോബിനൂറിയയിൽ നമുക്ക് അത് മ്യൂട്ടേഷൻസ് ആണ്. പിഗ ജീൻസിൽ വരുന്ന മ്യൂട്ടേഷൻസ് ആണ് ഈ PNH എന്ന് പറയുന്നത്. അവിടെ ഇൻട്രാവാസ്കുലർ ഹീമോളൈസിസ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ യൂറിനിൽ നമുക്ക് ഹീമോഗ്ലോബിനൂറിയ ഉണ്ടാവും. അതുപോലെ ത്രോംബോസിസിന്റെ റിസ്കും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ അനീമിയ ഓഫ് ക്രോണിക് ഡിസീസിൽ ഇൻഫ്ലമേഷൻസ് കാരണം നമുക്ക് ഇൻഫ്ലമേഷൻ കൂടിയിട്ട് എന്താണ് ഹെപ്സിഡിന്റെ ലെവൽ ഡിക്രീസ് ചെയ്യും. ഇൻഫ്ലമേഷൻസ് കാരണം നമുക്ക് ഹെപ്സിഡിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്യും. സോ അയേൺ റിലീസ് എന്ത് ചെയ്യാണ്, കുറയുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമുക്ക് നോർമോസൈറ്റിക്കോ മൈക്രോസൈറ്റിക്കോ ആയിരിക്കും എന്ത് വരുന്നത്, RBC വരുന്നത്. പിന്നെ അയേണിന്റെ ലെവല് പ്ലാസ്മയിൽ കുറയും. പിന്നെ അതുപോലെ TI, ടോട്ടൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി കുറയാണ് ചെയ്യുന്നത്. ഫെറിറ്റിന്റെ ലെവൽ കൂടണം, അയൺ സ്റ്റോർ ചെയ്ത് വെക്കും, അയണിന്റെ റിലീസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് വരുന്നത്. സിഡറോബ്ലാസ്റ്റിക് അനീമിയയിൽ ഹീം സിന്തസിസിന്റെ ഡിഫക്റ്റീവ് ആണ് വരുന്നത്. ഈ കൺജനൈറ്റൽ ആവാം, അല്ലെങ്കിൽ ആൽക്കഹോൾ, ലെഡ് പോയ്സണിങ്, B6 ഡെഫിഷ്യൻസി ഒക്കെ കാരണം നമുക്ക് സിഡറോബ്ലാസ്റ്റിക് അനീമിയ വരാം. അവിടെ സിഡറോബ്ലാസ്റ്റ് കാണാൻ പറ്റും, അയൺ കൂടും. മാക്രോസൈറ്റിക് ആയിട്ടുള്ള അനീമിയാണ് ഈ സിഡറോബ്ലാസ്റ്റിക് അനീമിയയിൽ വരുന്നത്. പിന്നെ ലെഡ് പോയ്സണിങ്ങിന്റെ കേസിൽ ഈ ലെഡ് എന്തിനെ ഇൻഹിബിറ്റ് ചെയ്യും, ഈ ഫിറോകേറ്റലൈസിനെയും അതുപോലെ ഏലെ ഡീഹൈഡ്രേറ്റ്, ഇത് ഹീമോഗ്ലോബിൻ സിന്തസിസിൽ വരുന്ന സ്റ്റെപ്പുകളാണ്. സോ അതിനെ ഇൻഹിബിറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ലെഡ് പോയ്സണിങ്ങിൽ നമുക്ക് ബേസോഫിലിക് സ്റ്റിപ്ലിങ്ങും കാണാൻ പറ്റും എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. സോ ഈ സിഡറോബ്ലാസ്റ്റിക് അനീമിയയിൽ സിഡറോബ്ലാസ്റ്റ് കാണാൻ പറ്റും എന്നുള്ളതും, ഈ അതുപോലെ അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ വരുന്ന അയണിന്റെ ആ ഒരു പ്രൊഫൈലും, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ക്വസ്റ്റ്യൻസ് ആ ഒരു ഏരിയയിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ ഇത്രയും ഏരിയ ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.